ട്രയാങ്കിൾ എന്ന ഈ ഒരു ടൈം ലൂപ്പ് പടം നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും കണ്ടൊരു സിനിമയായിരിക്കും. ഒരുപാട് പേര് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ച് പേരൊക്കെ ഞാനിത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആൾറെഡി ഈ ഒരു പടം കണ്ടവരാണെങ്കിൽ വീഡിയോ മുമ്പോട്ട് കാണണമെന്നില്ല. പടത്തിന്റെ നരേഷൻ കഴിഞ്ഞ് ഇതിന്റെ ഒരു എൻഡിങ് എക്സ്പ്ലനേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ലൂപ്പ് എന്താണെന്നും എങ്ങനെ ആ ഒരു ലൂപ്പ് വർക്ക് ആവുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, പിന്നെ അവർ പറയാതെ വിട്ടുപോയ കുറേ കാര്യങ്ങളും മിത്തോളജിക്കൽ കോൺട്രഡിക്ഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് മാത്രം വേണമെങ്കിൽ കേട്ടാലും മതി. അതിന്റെ ടൈം സ്റ്റാമ്പ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. 2009 ക്രിസ്റ്റഫർ സ്മിത്ത് സംവിധാനം ചെയ്ത ഒരു ഓസ്ട്രേലിയൻ പടമാണത്. പടം വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 14-15 വർഷമായി. ഇപ്പോഴും ഈ ഒരു സിനിമ ചർച്ചാ വിഷയം ആവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ലേ. സോ ദിസ് ഇസ് സിനിമ ഓസ്ട്രേലിയർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ട്രയാങ്കിൾ. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ നമ്മുടെ നായികയായിട്ടുള്ള ജെസ്സിനെയാണ് കാണിക്കുന്നത്. എടാ മോനെ ഒന്നുമില്ല, ഇതൊരു ചീത്ത സ്വപ്നമായിരുന്നു. ഇത് കണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നീ കാണുന്നതെല്ലാം സത്യമല്ല. നിനക്കൊരു അമ്മയ്ക്കും ഇതുപോലുള്ള ചീത്ത സ്വപ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്യും? കണ്ണ് മുറുകെ അടച്ചിട്ട് അമ്മയ്ക്ക് നടന്ന നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കും. ഉദാഹരണത്തിന് മോന്റെ കൂടെ ഉള്ള പോലെയൊക്കെ ഓർത്തെടുക്കും. അപ്പൊ ഇതുപോലുള്ള ചീത്ത സ്വപ്നം കണ്ട് നമ്മൾ പേടിക്കത്തില്ല. കരയേണ്ട എന്ന് പറഞ്ഞ് മകനെ ആശ്വസിപ്പിക്കുക ജെസ്സിന്റെ മോനായിട്ടുള്ള ടോമിക്ക് ഓട്ടിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കുട്ടികളെ പോലെ അല്ല അവൻ. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവന് പെട്ടെന്ന് സങ്കടം വരാൻ. ജെസ് ഒറ്റയ്ക്ക് ഇവന്റെ കാര്യം എല്ലാം നോക്കുന്നത്. ഇവൻ നിലത്തൊഴിച്ച് ഈ ഒരു കളർ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലാരോ ബെല്ലടിക്കുന്നു. ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടി ഇവളും പുറത്തു പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. തൊട്ടപ്പുറത്ത് നൈബർ ആയിട്ടുള്ള ജാക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്ത് നിന്നിട്ട് ഇന്നപോലെ വീട്ടിൽ ആരെങ്കിലും ബെല്ലടിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചു. ഇല്ലല്ലോ, ഞാൻ ആരെയും കണ്ടില്ലല്ലോ. ശരി, എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവൾ ഉള്ളിൽ കയറിയിട്ട് അവളുടെ ബാക്കി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവൾ ഡ്രസ്സെല്ലാം മാറി കിച്ചണിലോട്ട് വന്നപ്പോൾ ഫ്രിഡ്ജിൽ ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഗ്രെഗ് ട്രയാങ്കിൾ ഹാർബർ 8:30 എന്ന് പറഞ്ഞു. അതായത് 8:30 ഈ പറയുന്ന ഹാർബറിലേക്ക് ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഗ്രെഗിനെ കാണാൻ വേണ്ടി പോകണം. അത് എഴുതിയേക്കുന്നത്. ശരിയെന്ന് പറഞ്ഞ് ഇവളും ഈ ഒരു പാക്ക് ചെയ്ത സാധനം വണ്ടിക്കകത്ത് കൊണ്ടുവച്ച് ടോമിയും കൂട്ടി വീട് വിട്ട് ഇറങ്ങുക. ഇവർ രണ്ടുപേരും ആ ഒരു കാറിൽ പോവുക. അവിടെ കേട്ടതിൽ അടുത്ത ഷോട്ടിൽ ഹാർബറിൽ നമ്മുടെ ഗ്രെഗിനെ കാണിക്കുന്നുണ്ട്. ഈ ബോട്ട് ഇവന്റെയാണ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫ്രണ്ട്സ് സെറ്റപ്പിലെ ഈ കടലിലോട്ട് ചില്ല് ചെയ്യാൻ വേണ്ടി പോവുക. ദെൻ ബോട്ടിലേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഇത് ഗ്രെഗിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സാലിയുടെ ഹസ്ബൻഡ് ഡൗണി, ദെൻ സാലിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഹെദർ എന്ന് പറയുന്ന പെൺകുട്ടി. ദെൻ ഇവരെല്ലാം ഇവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് വിക്ടറിന്റെ കൂടെ നമ്മുടെ ജെസ്സി ഈ പറയുന്ന ഹാർബറിലോട്ട് വരുന്നത്. ഈ വിക്ടർ എന്ന് പറയുന്ന ചെറിയൊരു പയ്യനെ ഗ്രെഗിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന. ജെസ്സി നിനക്ക് എന്ത് പറ്റി, നീ ഓക്കെ അല്ലേ? എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് വിക്ടർ നടന്നു പോകുന്നു. ജെസ്സി നിനക്ക് എന്ത് പറ്റി, വയ്യേ? എന്താ അറിയില്ല, ഞാൻ ഭയങ്കര ടയേർഡാണ്. കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു ബോട്ടിൽ കയറുക. അപ്പോൾ ബോട്ടിൽ മൊത്തം 6 പേര്. ജെസ്, ഗ്രെഗിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വിക്ടർ എന്ന പയ്യൻ, സാലിയും സാലിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഡൗണിയും സാലിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഹെദറും. ഇത്രയും പേരാണ് നടുക്കടലിൽ ചില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ബോട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞതും ജെസ് ഒരു മാതിരി ഉറക്കം, വെട്ടിയിട്ട ബാഴത്തണ്ട് പോലെ അവൾ കിടന്ന് ഉറക്കം. അപ്പോൾ അവളൊരു സ്വപ്നം കാണുന്നുണ്ട്. അവൾ ഏതോ ഒരു കടൽ തീരത്ത് കിടക്കുന്ന പോലെ. ആ തിരമാല വന്ന് ഇവളുടെ കാലിൽ മുട്ടിയതും അവൾ ഞെട്ടി ഉണരുന്നുണ്ട്. എഴുന്നേറ്റ്, നിങ്ങൾ എന്തോ ഉറക്കമാണ് പോയി, വന്നപ്പോൾ കിടന്നാണല്ലോ. ഇല്ല, എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം. ഇപ്പോഴത്തെ ഒരു ചീത്ത സ്വപ്നം കൊണ്ട് എഴുന്നേറ്റു. ബാഡ് ഡ്രീം അല്ലേ, അത് നല്ലത്. എന്തായാലും നമ്മളൊരു ചീത്ത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്ട്രെസ് എല്ലാം അത് റിലീവ് ചെയ്യുന്ന ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. സോ അതിൽ വലിയ കാര്യമില്ല, അതുകൊണ്ട് ചിൽ. ഇതൊക്കെ ഒരെണ്ണം അടിച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാ പിടിയെന്ന് പറഞ്ഞിട്ട് ഇവൾ നീട്ടുമ്പോൾ ജസ് വേണ്ടാന്ന് പറയുന്നു. അയ്യോ വേണ്ടെങ്കിൽ വേണ്ട, ഒരു നിർബന്ധമില്ല, ഞാൻ കുടിച്ചോളാം എന്നും പറഞ്ഞ് അവൾ എന്നെ ഡ്രിങ്ക്സ് എടുത്തിട്ട് പോകുന്നു. ഇതേ സമയം മോളില്, എടാ വിക്ടർ, നീ എന്താ കുറച്ചുമ്പോൾ അവളെ പറ്റി അങ്ങനെ പറഞ്ഞു? ആര്, ജസ്സോ? അവളുടെ കാര്യം തന്നെ. നീ കണ്ടതല്ല, ഞാനും അവളും കൂടെ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ കാഷ്വലായിട്ട് ടോമി എവിടെയും ചോദിച്ചപ്പോൾ ഇവൾക്ക് ഓർമ്മയില്ല. ഇവൾ കുറച്ചു നേരം മാനത്ത് നോക്കി ഇങ്ങനെ മിഴിച്ചു നിന്നിട്ട് എന്നോട് പറയുക ടോം സ്കൂളിൽ പോയെന്ന്. അതുകൊണ്ട് എടാ ഇന്ന് സാറ്റർഡേ ആണ്, ഇന്ന് സ്കൂളൊന്നുമില്ല. വിക്ടറെ, നിനക്ക് അറിയുന്നതല്ലേ, ടോമിക്ക് ഓട്ടിസം ഉണ്ട്. അവൻ സ്പെഷ്യൽ സ്കൂളിലാണ് പോകുന്നത്. അവർക്ക് സാറ്റർഡേ സൺഡേ എന്ന് പറയുന്ന പ്രശ്നമൊന്നുമില്ല, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് നീ കുറച്ച് മയത്തിലൊക്കെ അവളോട് സംസാരിക്കാം. അപ്പോഴാണ് ജസ് മെല്ലെ മുകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഈവൻ ഇന്നലെ പോലും ഗ്രെഗ് ഈ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടാണ് നാളെ ഈ ഒരു ഹാർബറിലോട്ട് വരണം, നമുക്ക് പുറത്തു പോകാന്നുള്ള കാര്യം ഇവളോട് പറഞ്ഞതുപോലും. പക്ഷെ ആ നടന്ന കാര്യം ഒന്നും തന്നെ ഇവൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ജസ് ഇപ്പോൾ ഏതാണ്ട് ഒരു പിരിവിട്ട അവസ്ഥയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് പോരെ തന്നെ ഇവളുടെ മകനായ ടോമി ഇവളുടെ കൂടെ ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സങ്കടമുണ്ട്. അങ്ങനെ ഇവരും അതും ഇതൊക്കെ സംസാരിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നുണ്ടാ വീശി അടിച്ചുകൊണ്ടിരുന്ന കാറ്റ് നിന്ന നിപ്പിലങ്ങ് ഇല്ലാണ്ടായി. കാറ്റില്ലാത്തതുകൊണ്ട് ബോട്ടും അവിടെ നിന്ന് പോവുക. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ എന്താ ഇത്രയും വലിയ സൈസിൽ ഒരു കൊടുങ്കാറ്റ് അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഗ്രെഗ് അപ്പം തന്നെ ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിനെ വിളിച്ചിട്ട് അവന്റെ ലൊക്കേഷനും പറഞ്ഞ് ഇവിടെ വലിയൊരു കൊടുങ്കാറ്റുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒബ്വിയസ്ലി ഹെൽപ്പിന് വേണ്ടി. ബട്ട് അവർ നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമുള്ളതായിട്ടൊന്നും കാണിക്കുന്നുമില്ല. അങ്ങനെ ഇവർ സംസാരിക്കുന്ന ഡേറ്റയിലോട്ട് ഒരു ഇന്റർഫിയർ ചെയ്ത് വേറൊരു കോളും കൂടെ കയറുന്നുണ്ട്. അതിൽ ഏതൊരു സ്ത്രീയുടെ ശബ്ദമാണ്. അവർ കരഞ്ഞു പറയുന്നു, എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുക, ആരും ബാക്കിയില്ല, പ്ലീസ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കരഞ്ഞു പറയുന്നു. ഹലോ, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്, വാട്ട്സ് യുവർ പൊസിഷൻ എന്ന് പറഞ്ഞ് ഗ്രെഗ് ചോദിക്കുന്നു. ബട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ലൈൻ കട്ടായി പോവുക. നോക്കുമ്പോൾ എന്താ ഒരു ചുഴലിക്കാറ്റുണ്ടല്ലോ, അത് ഇവരുടെ തൊട്ടടുത്തേക്ക് തന്നെ എത്തിയേക്കുക. പെട്ടെന്ന് തന്നെ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ട് ഉള്ളിൽ കയറിയിരിക്കുക. വിക്ടർ, നീ മെയിൻ ലൈൻ്റെ അങ്ങോട്ട് പോകും എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഒരു ബോട്ട് സേഫ് ആയിട്ട് അങ്ങനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ അടിച്ചടിയിൽ ആ ഒരു ബോട്ട് തന്നെ മറിഞ്ഞ് എല്ലാവരും വെള്ളത്തിലാവുകയാണ്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് മെല്ലെ മെല്ലെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഹെദറിനെ മാത്രം ഇവരുടെ കൂട്ടത്തിൽ കാണാനില്ല. ഒരുപാട് അലറി വിളിക്കുന്നുണ്ട്, ഹെദറെ നീ എവിടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എവിടെ അവളെ കാണാനില്ല. സോ ഹെദർ മരിച്ചു പോയിരിക്കുകയാണ്. ഇനി ഇവർ മാത്രമേ ബാക്കിയുള്ളൂ. ഇവർക്ക് ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ബോട്ടില്ല, ആരെങ്കിലും വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്താലേ ഉള്ളൂ. ബട്ട് ആർക്കും ഇവരെവിടെ എന്താന്ന് പറയുന്ന കാര്യം അറിയത്തുമില്ല. ഇങ്ങനെ ഇവരെ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് പറഞ്ഞ് അറിയാതിരിക്കുന്ന സമയത്താണ് ഇവരുടെ അടുത്തേക്ക് വലിയൊരു കപ്പൽ വരുന്നത്. എയോളിസ് എന്ന പേരൊക്കെ ഇട്ടിട്ടുള്ള ഒരു വമ്പൻ കപ്പൽ ഇവരുടെ അടുത്തേക്ക് എത്തുന്നു. ഇവരും താഴെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, പ്ലീസ് ഹെൽപ്പസ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ മെല്ലെ ഈ ഒരു കപ്പൽ അടുത്തോട്ട് വരുമ്പോൾ അവിടെ ആരും നിൽക്കുന്ന പോലെ ഒരു തോന്നൽ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഏതോ ഒരു രൂപം ഇവരെ നോക്കി അവിടെ നിൽക്കുന്ന പോലെ ഇവർക്ക് തോന്നുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ദെൻ ഇവരെ കണ്ടിട്ടായിരിക്കണം കപ്പൽ ഇവരുടെ അടുത്ത് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നു. ഇവരും സേഫ് ആയിട്ട് തന്നെ ഈ ഒരു കപ്പലിലോട്ടും കയറി ചെല്ലാണ്. ചെന്ന് നോക്കുമ്പോൾ ആ കപ്പലിലോട്ട് ആരെയും കാണാനും ഇല്ല. മേ ബി ഇപ്രാവശ്യം ക്യാപ്റ്റനും ക്രൂവും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഇവർ വിചാരിച്ചു. നേരെ ക്യാപ്റ്റനെ ചെന്ന് കണ്ട് കോസ്റ്റ് ഗാർഡിനെ ഇൻഫോം ചെയ്ത് ഹെദറിനെ സെർച്ച് ചെയ്യാനുള്ള പരിപാടിയെല്ലാം നോക്കാം എന്നാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. സോ ക്യാപ്റ്റനെ ചെന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ആ ഒരു കപ്പലിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. ഇതേ സമയം ജെസ്സിന്റെ മൈൻഡ് ആകെ കൺഫ്യൂസ്ഡ് ആണ്. അവൾക്ക് എന്തോ മൈൻഡിൽ തോന്നുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്നുള്ള കാര്യം അവൾക്ക് കറക്റ്റായിട്ട് പറയാൻ കിട്ടുന്നില്ല. ഗ്രെഗു അവളെ വിളിച്ച് നീ വാ എന്തായാലും എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഇവർ ഉള്ളിലോട്ട് വരുന്നു. സാലിയുടെ ഉള്ളിൽ ഇനി എങ്ങനെ ഹെദർ ഇതിൻ്റെ ഉള്ളിൽ കയറി കാണുമോ എന്ന് പറഞ്ഞൊരു തോന്നലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അത് മൊത്തം വിജനമായി കിടക്കുവാണ്. കപ്പലിൽ ആളില്ലെങ്കിൽ പോട്ടെ, പക്ഷെ പേരിന് 2 ക്രൂ മെമ്പർ എങ്കിലും ഉണ്ടാവണ്ടേ. ഇതിപ്പോ അതുപോലും ഇല്ല. ഇതൊരുമാതിരി നടുക്കടലിൽ വൃത്തിയായി വിജരംഭിച്ച് നിൽക്കുന്ന ഒരു ഭാർഗവി നിലയം ഫീലാണ്. അങ്ങനെ ഇവരും ആ ഒരു കോറിഡോറിലൊക്കെ നടന്നു പോകുന്നു. ഇപ്പോഴെല്ലാം ജെസ്സിന്റെ ഉള്ളിൽ ഇവള് ഇതിനു മുമ്പ് ഇവിടെ വന്ന പോലെ ഒരു തോന്നൽ അവൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ നോക്കുമ്പോൾ ഈ കപ്പൽ ഏതാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇത് ബേസിക്കലി 1932 ഒരു ഷിപ്പാണ്. പേര് എയോളിസ്. അപ്പൊ ഈ എയോളിസ് ഗ്രീക്ക് മിത്തോളജിയിലെ വായുദേവനാണ്. പുള്ളിക്ക് ഈ കാറ്റെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ശക്തിയൊക്കെ ഉണ്ട്. ആൾക്കൊരു പുത്രനും ഉണ്ട്, പേര് സിസിഫസ്. കേട്ട് കാണും. ഈ സിസിഫസിന് ദൈവം ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂർത്ത് കുത്തനെ നിൽക്കുന്ന മലയിലേക്ക് ഒരു വലിയൊരു പാറക്കഷ്ണം ഉരുട്ടി കയറ്റി വെക്കണം. എന്നാൽ അങ്ങനെ കയറ്റുമ്പോൾ എങ്ങനെ അത് ഉരുണ്ട് താഴോട്ട് വരികയാണെങ്കിൽ വീണ്ടും ഒന്നേന്ന് മുകളിലോട്ട് എത്തിക്കണം. സിസിഫസും ശരിയെന്ന് പറഞ്ഞ് ഒരു സൈഡിൽ കൂടെ ഉരുട്ടി മെല്ലെ കയറ്റി മുകളിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ സൈഡിൽ കൂടെ അത് ഉരുണ്ട് താഴോട്ട് വീഴും. എഗെയിൻ വീണ്ടും കയറണം. ഇതായിരുന്നു സിസിഫസിന് ദൈവം കൊടുത്ത ശിക്ഷ. എന്തായാലും ഒരുമാതിരി തോലിഞ്ഞ ശിക്ഷ. അപ്പൊ സാലി വന്നിട്ട് അവൻ വലിയ മാനിനൊന്നും അല്ല, അവൻ മരണത്തെ കബളിപ്പിച്ചു. അതിനുവേണ്ടിയാണ് അവൻ അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ പണ്ടങ്ങാണ്ട് പഠിച്ചത്. ക്യാൻ വി ജസ്റ്റ് മൂവ് ഓൺ? കാരണം ഇതൊക്കെ പറഞ്ഞു വിടുന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? രക്ഷപ്പെടാൻ നോക്ക്. ശരിയെന്ന് പറഞ്ഞ് ഇവരും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാന്നറിയാൻ വേണ്ടി വിക്ടർ അവിടെ ചെന്ന് നോക്കുന്നു. പക്ഷെ ആരും കാണുന്നില്ല. നോക്കുമ്പോൾ നിലത്തുനിന്ന് ഒരു കീച്ചൻ കിട്ടി. അത് താഴെ വീണ ശബ്ദമാണെന്ന് തോന്നുന്നു. അതാണ്ട് ഏതെങ്കിലും ഒരു കീച്ചൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജസ് അതും തന്നെ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, ഇത് എന്റെ കീച്ചനാണ്. അവർക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഇതെന്റെ വീടിന്റെ ചാവി, ഇതെന്റെ കാർ കീ, ഇത് നോക്കി എന്റെ മോൻ പോലും ഉണ്ട്. അപ്പൊ സാലി വിചാരിക്കുന്നത് ഇവിടെ ഹെദറും വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളാണ് ഈ ഒരു കീച്ചൻ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുക എന്നാണ്. ഈവൻ അവിടെയുള്ള ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവളെങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒളിഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ. ശരിയെന്ന് പറഞ്ഞ് ഇവരും മുമ്പോട്ട് നടക്കുകയാണ്. നോക്കുമ്പോൾ ഒരു വലിയൊരു ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഭയങ്കര ലക്ഷൂറിയസ് ആൻഡ് ഗ്രാൻഡ് ആയിട്ട് ഓർക്കസ്ട്ര ഒക്കെ വെച്ച് വമ്പൻ സെറ്റപ്പാണ്. അവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം നമ്മുടെ വിക്ടർ എടുത്ത് കഴിക്കുന്നുണ്ട്. അല്ല ഗ്രെഗ്, സമയം ഇത്രയും 11:30. അപ്പൊ ജസ് അവളുടെ വാച്ച് നോക്കുമ്പോൾ അവളുടെ വാച്ച് 8:17 സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഇവളുടെ വാച്ചിൽ എത്രയാണ് സമയം കാണിക്കുന്നത് അതേ സമയമാണ് ആ ഒരു ഡൈനിങ് ഹാളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ക്ലോക്കിലുള്ളത്. അപ്പൊ പെട്ടെന്ന് ജസ്സിന്റെ ബാഗിൽ കൂടെ ആരോ പോയ പോലെ അവൾക്ക് തോന്നുന്നു. ഇവളത് പറഞ്ഞത് ആരാന്ന് നോക്കാൻ വേണ്ടി വിക്ടർ ഓടി പിന്നാലെ പോകുന്നുണ്ട്. ഇവന് ഓടി ചെന്നപ്പോഴേക്ക് അവിടെ നടന്നു പോകുന്നൊരു ശബ്ദം ഒന്നും കേൾക്കുന്നുണ്ട്. പക്ഷെ ആരും കാണാനില്ല. ജസ്റ്റ് നീ ആരെ കണ്ടത്? ഹെദറായിരുന്നു എന്ന് സാലി ഒരു മിന്നായം പോലും ഞാൻ കണ്ടോളൂ, എനിക്ക് മനസ്സിലായില്ല, ഐ എം സോറി. ഇതേസമയം ഗ്രെഗ് ഇവർ രണ്ടുപേരോടും സാലിയോടും ഡൗണിയോടും വിക്ടർ വരുന്നവരെ നിങ്ങൾ ഈ ഡൈനിങ് ഹാളിൽ തന്നെ നിൽക്കുക, ഞാൻ വേറെ വല്ലതും എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ചെല്ലുക. അവന്റെ വാലായിട്ട് ജസ്സും പിന്നാലെ തന്നെ നടക്കുന്നുണ്ട്. ഗ്രെഗ് വിക്ടർ എന്തോ ഡേഞ്ചറിലാണ്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ വന്ന പോലെ ഒരു തോന്നൽ എനിക്കുണ്ടെന്ന്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡേഞ്ചർ. എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ് നിനക്ക് ഇതൊന്നും അല്ല പ്രശ്നം, നിന്റെ പ്രശ്നം ഗിൽറ്റാണ്. ടോമി അവന്റെ കാര്യം ഓർത്തിട്ടില്ല നിന്റെ ഈ പരാക്രമം മൊത്തം. അതിന് ജസ്സിനാവട്ടെ ഒന്നും പറയാനും കിട്ടുന്നില്ല. അപ്പൊ തൊട്ടടുത്ത് മുറിയിൽ നിന്ന് എന്തൊരു ശബ്ദം കേട്ട് ഇവർ രണ്ടുപേരും അവിടെ ചെന്ന് നോക്കുമ്പോണ്ടാ അവിടെയുള്ള മിററിൽ കണ്ണാടിയിൽ ഗോ ടു തിയേറ്റർ എന്ന് പറഞ്ഞ് രക്തത്തിൽ എഴുതിയേക്കുന്നു. എന്നാൽ ഇതിന് ഒരു പുല്ല് വില പോലും കൊടുക്കാതെ നമ്മുടെ ഗ്രെഗ് ഇങ്ങനെ കൂളായിട്ട് വെളിയിലോട്ട് കടന്നു വരുന്നു. ഇത് കാണുന്ന ജസ് നീ എന്തോ ഒരു റിയാക്ഷൻ ഇല്ലാതെ പോകുന്നത്? എടോ ഈ ഷിപ്പിലുള്ളവന്മാരുടെ അവസ്ഥ എനിക്കറിയാം. അവന്മാർ ഇത്രയും നാളും ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ നമ്മൾ വന്നുകൊണ്ട് അവരെന്തോ പ്രാങ്ക് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു ഇവൻ. ഇല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ രക്ഷപ്പെടുത്തി നമ്മുടെ മുമ്പിൽ ഒളിച്ചേ കണ്ട് കളിക്കുകയാണോ, പ്രാങ്ക് ചെയ്യാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുക ഇതൊക്കെ കാണുമ്പോൾ? ശരി നീ പറ, നിനക്കെന്താ തോന്നുന്നത്? ഇത് നിന്റെ മറ്റേടത്തെ പ്രാങ്ക് അല്ലാന്ന് മാത്രം എനിക്കറിയാം. ഇനി ഞാൻ ഇവിടുന്ന് ശരിയാവത്തില്ല. ഞാൻ തിരിച്ചാ ഡിന്നർ ഹാറിലേക്ക് പോവുക, നീ നോക്കിയിട്ട് വന്നാൽ മതി. ജസ്റ്റ് നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ മൈൻഡിന്റെ പ്രശ്നമാണ് ഇതെല്ലാം. ഒരു ഷിപ്പ് ആകുമ്പോൾ അവിടെ എന്തായാലും ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും. ഞാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ ഒടുക്കത്തെ മൈൻഡിലുള്ള ലോകത്ത് ഈ പറയുന്ന ക്യാപ്റ്റനൊന്നും ഇല്ലാത്ത ഷിപ്പും കാണുമായിരിക്കും. അതിന് ജസ് ഇവനെ മെല്ലെ തിരിഞ്ഞു നോക്കിയിട്ട് ഗ്രെഗെ എന്റെ ലോകം എന്ന് പറയുന്ന ഷിപ്പും ക്യാപ്റ്റനും കോപ്പൊന്നും അല്ല. സ്കൂളിൽ നിന്നും ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ എത്തും എന്ന് പ്രതീക്ഷയിലിരിക്കുന്ന ഒരു മകനുണ്ട്, അവനാണ് എന്റെ ലോകം. ലോകത്തിനെ പറ്റിയുള്ള കാര്യം നീ എന്നോട് പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജസ് അവിടെ നിന്ന് പോകുന്നു. എടോ ഐ എം സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അതിന് കേട്ടില്ല എന്നുള്ള ഭാവം നടിച്ച് നമ്മുടെ ജസ് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ഡൈനിങ് ഹാളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഡൗണിയും സാലിയും അവിടെ വിട്ട് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് സാലി അവിടെ നിലത്ത് ബ്ലഡ് കണ്ടു. ആ ബ്ലഡ് ഫോളോ ചെയ്ത് അവൾ പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഡൗണി പറയുന്നുണ്ട്
പറയുന്നുണ്ട്, എടി നീ അങ്ങോട്ടൊന്നും പോകാതെ, നമ്മളോട് തിയേറ്ററിലോട്ട് ചെല്ലാനല്ലേ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകും, നീ ഇങ്ങോട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സാലി വിചാരിക്കുന്നത് ഈ ഒരു ബ്ലഡ് നമ്മുടെ ഹെദറിന്റെ ആയിരിക്കും എന്ന് ഓർത്തിട്ട് അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഡൗണി പറയുന്നുണ്ട്, വാ നമുക്ക് തിരിച്ചു പോകാം, തിയേറ്ററിലോട്ട് പോകാമെന്ന് പറഞ്ഞു വെച്ചവരെ സാലി ഇങ്ങനെ അത് ഫോളോ ചെയ്ത് പോകുമ്പോൾ ഇവരുടെ ഫ്രണ്ടിലാണ് തിയേറ്റർ എന്ന് എഴുതി വെച്ചേക്കുന്നു. അപ്പോൾ അവിടെ തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞ് അവസാനം തിയേറ്ററിലേക്ക് തന്നെ ഇവരെത്തി. ബട്ട് ഡൈനിങ് ഹാളിൽ നിൽക്കാൻ പറഞ്ഞ് ഇവരോട് തിയേറ്ററിലോട്ട് വരാൻ ആരാ പറഞ്ഞ എന്നിപ്പോൾ കാണിക്കുന്നില്ല. ഇവരും തിയേറ്ററിലേക്ക് കയറുന്നു, നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലഡും ഇല്ല. ഡൗണി ഇവിടെ ബ്ലഡ് ഒന്നും കാണാനില്ല. അപ്പോൾ ഹെദർ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സാലി നമുക്ക് പോകാമെന്ന് പറയുന്നു. സാലി ഉള്ളത് പറഞ്ഞാൽ ഹെദർ ഈ ഒരു തിയേറ്ററിൽ വന്നു എന്ന് പോയിട്ട് ഈ കപ്പലിൽ കയറിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് വിശ്വാസമില്ല. ഇതേ സമയം നമ്മുടെ ജസ് ഈ പറഞ്ഞ ഡൈനിങ് ഹാളിലെത്തുന്നു. അവിടെ ആണെങ്കിൽ ഇവർ രണ്ടുപേരെ കാണാനുമില്ല. അവരെവിടെ പോയി ഏത് പോയെന്നൊന്നും അറിയാതെ ഇവള് ടെൻഷൻ ആവുന്നു. പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്ന പോലെ ശബ്ദം കേട്ടപ്പോൾ ഇവള് വേഗം പോയി ഒളിച്ചിരിക്കുന്നു. നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് നമ്മുടെ വിക്ടറാണ് മെല്ലെ മെല്ലെ നടന്നു വരുന്നത്. ഹേ വിക്ടർ, നിനക്ക് എന്ത് പറ്റി, ചോരയ്ക്ക് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവൾ അടുത്തോട്ട് വന്നപ്പോൾ ഇവൻ നേരെ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കുന്നു. ജസ്സിന് പോയിട്ട് കണ്ണുടിക്കാൻ നമുക്ക് പോലും മനസ്സിലാവുന്നില്ല ഇവൻ എന്തിനാ കൊല്ലാൻ നോക്കുന്നതെന്ന്. ഇവൾക്ക് വേറെ ഒരു വഴിയില്ലാന്ന് കണ്ടപ്പോൾ വിക്ടറിന്റെ മുറിഞ്ഞ തലയുടെ അങ്ങോട്ട് തന്നെ അടിച്ചിട്ട് അവനെ വീഴ്ത്തിയിടുന്നു. എന്തിനാ വിക്ടർ തന്നെ കൊല്ലാമെന്ന് എന്ന് പോലും മനസ്സിലാവാതെ ഇവളിങ്ങനെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു ഗൺ ഷോട്ട് സൗണ്ട് കേൾക്കുന്നത്. ഇവിടും വേഗം ആ ഒരു സൗണ്ട് വന്ന സ്ഥലത്തിലേക്ക് ഓടിച്ചെല്ലുന്നു. നോക്കുമ്പോൾ അത് തിയേറ്റർ ആയിരുന്നു. അവിടെ സാലിയും ഡൗണി ഇരുന്ന് കരയാണ്. എന്താ നോക്കുമ്പോൾ ഗ്രെഗിനെ ആരോ ഷൂട്ട് ചെയ്ത് കൊന്നേക്കുക. ജസ്സു ഇങ്ങനെ മെല്ലെ അടുത്തേക്ക് വരാൻ നോക്കുന്ന സമയത്ത് സാലി ദേഷ്യപ്പെട്ട്, എന്തിനാടി നീ ഇത് ചെയ്തേ, നീ എന്തിനാ അവനെ കൊന്നേ എന്നും പറഞ്ഞ് ഇവള് ജസ്സിനോട് ചൂടാവുന്നു. ഞാൻ എപ്പോൾ കൊല്ലും, ഞാൻ അങ്ങനെ അവനെ കൊല്ലും, ഞാൻ ഇത്ര നേരം വിക്ടറിന്റെ ഒപ്പമാണ്, വിക്ടറിനെ ആരോ ആക്രമിച്ചിട്ടുണ്ട്, അത് ഊഹിക്കാലോ, അത് നീ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഡൗണി. ഗൈസ്, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഇവൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞതാ നീ അതിനെല്ലാം കാരണം. അല്ല, നീ ഞങ്ങളോട് തിയേറ്ററിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞു, അതിന് നിനക്ക് മറുപടി ഉണ്ടോ? ഗൈസ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും. അപ്പോൾ പെട്ടെന്ന് മോളിൽ നിന്ന് വേറൊരാൾ ഡൗണിയും സാലിയും ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ കൊല്ലം നോക്കിയവൻ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ജസ്സും കാണുന്നു. വീണടക്കുന്ന സാലിയെ രക്ഷപ്പെടുത്താം എന്ന് ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ തന്നെ മോളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് സാലി അവിടെ വെച്ച് തന്നെ മരിച്ചു പോവുക. പേടിച്ച് വരയ്ക്കുന്ന ജസ് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഇവളുടെ പിന്നാലെ തന്നെ ആ ഒരു കില്ലറും ഉണ്ട്. ഇവൾ അവിടെ ഇവിടെയും കറങ്ങി നേരെ ഷിപ്പിന്റെ വെളിയിലോട്ട് വന്നപ്പോൾ അവിടെ തോക്കും പിടിച്ച് കില്ലർ നിൽക്കുന്നു. അങ്ങനെ കില്ലറിന്റെ ജസ്സിന്റെ ഇടയിൽ ഒരു സ്ട്രഗിൾ നടക്കുകയാണ്. അതിൽ ഫൈനലി നമ്മുടെ ജസ് ഒരു കോടാലി എടുത്തിട്ട് ഈ പറയുന്ന കില്ലറിനെ അറ്റാക്ക് ചെയ്യാണ്. എന്തിനായിരുന്നു ഇതല്ല, എന്തിനാ എല്ലാവരെയും കൊന്ന്? അതിനാ ഒരു കില്ലർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ഇവൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. അതിൽ അവസാനം വീട്ടിലോട്ട് പോകണമെങ്കിൽ അവരെല്ലാം നീ കൊല്ലണം, വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അത് പറയുന്നു. ജസ്സിന് കാര്യവും മനസ്സിലാവുന്നില്ല. ദേഷ്യം കൂടെ വന്നിട്ട് അവൾ നേരെ കോടാലി എടുത്ത് അടിച്ച് ഈ പറയുന്ന കില്ലറിനെ ഷിപ്പിൽ നിന്ന് പുറത്തോട്ട് ഇടുക. സോ ജസ്സിന്റെ കൂടെ വന്ന എല്ലാവരും മരിച്ചു. അവരെ എല്ലാവരെയും കൊന്ന കില്ലറിനെയും ഇവള് കൊന്നു. സോ ഇപ്പൊ ഇവളും ഷിപ്പും മാത്രമേ ഉള്ളൂ. ഇവൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാതെ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. ഇവളിരിക്കുന്ന ഒരു മുറിയിൽ ഒരു മ്യൂസിക് പ്ലെയറിൽ പാട്ട് ഓടിക്കൊണ്ടിരിക്കുക. അവൾ മെല്ലെ ചെന്നിട്ട് അവർ ഓടിക്കൊണ്ടിരുന്ന പാട്ട് മാറ്റി അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താ ഒരു ശബ്ദം എന്നറിയാൻ വേണ്ടി ഇവൾ ആ ഒരു ഷിപ്പിന്റെ അറ്റത്ത് വന്ന് എത്തി നോക്കുന്നുണ്ട്. താഴെ ആരാണ്? ബോട്ട് മറിഞ്ഞ് നമ്മുടെ ഗ്രെഗ്, സാലി, ഡൗണി, അതേപോലെ തന്നെ ജസ്സും വിക്ടറും എല്ലാവരും ഹെൽപ്പ് എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുക. ഇതും കൂടെ കണ്ടപ്പോൾ ഇവൾക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ഈ നടന്ന കാര്യം തന്നെ വീണ്ടും നടക്കുന്ന എന്ന് പറയുന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നില്ല. ഇതിനാദ്യമായിട്ട് ഈ ഒരു എഴുളസ് എന്ന് പറയുന്ന ഈ ഒരു കപ്പൽ വന്ന സമയത്തും അതിലാരും നിൽക്കുന്ന പോലെ ഒരു തോന്നൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തോന്നലായിരുന്നില്ല, അവിടെ ശരിക്കും ഉണ്ടായിരുന്നു. അത് പക്ഷേ ജസ് ആയിരുന്നു എന്ന് മാത്രം. ഇവൾക്കങ്ങ് പേടിയുമായി കൺഫ്യൂഷനുമായി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ മുറിയിലോട്ട് തന്നെ ഇല്ലെന്നു. ദെൻ കുറച്ച് നേരം കഴിഞ്ഞ് അവൾ പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ആരും കാണാനും ഇല്ല. സംഭവം അപ്പോഴേക്കും തന്നെ അവരെല്ലാം തന്നെ ഈ ഷിപ്പിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. സോ നിലവിൽ ആ ഒരു ഷിപ്പിനകത്ത് ഇപ്പം മൊത്തം 2 ജസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്നും അറിയാതെ കൺഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ജസ്, പിന്നെ ഒന്നും അറിയാതെ ഇപ്പതാ ഈ ഒരു ഷിപ്പിനകത്തോട്ട് വന്ന് കയറിയ നമ്മുടെ രണ്ടാമത്തെ ജസ്. അപ്പൊ നമ്മുടെ ജസ്സിനെ ജസ് 1 എന്നും ഇപ്പൊ വന്ന് കയറിയ ജസ്സിനെ ജസ് 2 എന്നും നമുക്ക് പറയാം. തനിക്കിവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ കയറിയ ആ ഒരു ഗ്രൂപ്പിനെ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജസ് 1 തീരുമാനിക്കുന്നു. ഇവിടെ ചെന്ന് നോക്കുമ്പോൾ കുറച്ച് മുമ്പ് നടന്ന അതേ കാര്യം തന്നെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഒരു ഈവന്റിൽ പോലും ഒരു മാറ്റവും ഇല്ലാതെ. ഇതൊക്കെ കണ്ടിങ്ങനെ പ്രാന്ത് പിടിച്ച് അവൾ അങ്ങ് ഇരുന്ന് പോകുന്ന സമയത്താണ് ഇവരുടെ പോക്കറ്റിൽ നിന്ന് ആ ഒരു കീ ചെയിൻ അവിടെ താഴെ പോകുന്നത്. ഇതാണ് പിന്നീട് വിക്ടറിന്റെ കയ്യിൽ കിട്ടിയിട്ട് വിക്ടർ നമ്മുടെ ജസ്സിന്റെ കയ്യിൽ കൊടുക്കുന്നത്. ദെൻ ശബ്ദം കേട്ട് അങ്ങോട്ട് ആള് വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ജസ് 1 അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് വെള്ളം പോകുന്നൊരു ശബ്ദം കേട്ട് ആ ഒരു ടോയ്ലറ്റിലോട്ട് അവൾ ചെല്ലുന്നുണ്ട്. നോക്കുമ്പോൾ അവിടുത്തെ കണ്ണാടിയിൽ ഗോ ടു തിയേറ്റർ എന്ന് രക്തത്തിൽ എഴുതിയിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ ഇവരെല്ലാവരും കൂടുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ ജസ് 1 വന്ന് എത്തി നോക്കുന്നത്. ഇതാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ജസ് കാണുന്നതും ബാക്കിയുള്ളവരോട് പറയുന്നതും. അതേപോലെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ജസ് 2 ഇത് കാണുകയും പറയുകയും ചെയ്യുമ്പോൾ വിക്ടർ ഫോളോ ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്. വീണ്ടും ജസ് 1 അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. വിക്ടറിന്റെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ജസ് 1 അവിടുന്ന് പെട്ടെന്ന് പോവുക. അങ്ങനെ അവളും വെളിയിലോട്ട് വന്ന് ആ ഒരു കപ്പലിൽ നിന്ന് എത്തി നോക്കുമ്പോൾ അവിടെ പുറത്ത് കടലിലെ ഏതൊക്കെയോ പക്ഷികൾ വന്ന് ഡൗണിയുടെ ബോഡി കൊത്തി തിന്നുന്നു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡൗണി തിയേറ്ററിൽ മരിച്ചു കിടക്കുന്നുണ്ട്. ഇപ്പൊ വന്ന ഗ്രൂപ്പിലെ ഡൗണി ആണെങ്കിൽ അവിടെ ജീവനോടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഡൗണി എന്ന് പറയുന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടേക്ക് വിക്ടർ വരുന്നുണ്ട്. ഇത് വിക്ടർ 2 ആണ് കേട്ടോ. ജസ്റ്റ് നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി? വിക്ടർ, ഞാൻ പറയുന്നത് നിനക്ക് എത്രമാത്രം മനസ്സിലാവുന്നില്ല
എന്താണെന്ന് എനിക്കറിയില്ല. നീ ഉദ്ദേശിക്കുന്ന ജസ് അല്ല, ഞാൻ വേറെയാണ്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നടന്നത് തന്നെയാണ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പോലും ഇപ്പോൾ കഴുത്തിന്റെ ബാക്കിലായിട്ട് ഒരു മുറിവ് പറ്റും. നീ പിന്നീട് ഡൈനിങ് ഹാളിൽ വെച്ച് തന്നെ മരിച്ചു പോകും. ഗ്രെഗിനെയും സാലിയും ഡൗണിയും തിയേറ്ററിൽ വെച്ച് ആരോ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇതെല്ലാം കേട്ട് നമ്മുടെ വിക്ടർ, ജസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് പ്രാന്താടി പ്രാന്ത്. നീ എന്ത് തേങ്ങ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കിപ്പോൾ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെ ഡൗണിയുടെ ബോഡി കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഷിപ്പിൽ നിന്ന് എത്തി നോക്കുമ്പോൾ താഴെ ഒരു ഡൗണിയുടെ ബോഡി കാണാനും ഇല്ല. വെറും കുറെ പറവകൾ മാത്രമേ അവിടെ കാണാനുള്ളൂ. ഇല്ല വിക്ടർ, അവിടെ ഡൗണിന്റെ ബോഡി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. പൊന്നു ജസ്, നീ ഈ പരിപാടി നിർത്തിക്കോ, എനിക്ക് മതിയാവുന്നുണ്ട്. വിക്ടർ ദേവിത് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുന്നു പറഞ്ഞ് ഇവനെ ഉന്തിയ സമയത്ത് ബാക്കിൽ ഒരു കമ്പി ഉണ്ടായിരുന്നു. അത് കാണാതെ ഇവൾ ഉന്തിയ സമയത്ത് അത് ഇവന്റെ കഴുത്തിന്റെ ബാക്കിലായിട്ട് കുത്തി ഇറക്കുന്നു. ഐം സോറി വിക്ടർ, ഞാനല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇവള് പേടിച്ചങ്ങ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ആര്? നമ്മുടെ ജസ് വൺ. ഒഴുകുന്ന ബ്ലഡുമായിട്ട് വിക്ടറും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. സോ ഇതുകൊണ്ടായിരുന്നു നമ്മുടെ ഡൈനിങ് ഹാളിൽ വെച്ച് നമ്മുടെ വിക്ടർ ജസ്സിനെ കൊല്ലാൻ ശ്രമിച്ചത്. കാരണം ജസ് മൂലമാണല്ലോ ഈ പറയുന്ന മുറിവ് ഇവന് പറ്റിയത്. അപ്പൊ തന്നെ ഇവള് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നൊരു തോന്നലാണ് ഇവനുള്ളത്. അല്ലാതെ ഇവിടെ ഒന്നിൽ കൂടുതൽ ജസ് ഉണ്ട് എന്ന് പറയുന്ന കാര്യം ഇവൻ അറിയുന്നില്ല. അപ്പൊ ഇതെല്ലാം വീണ്ടും നടക്കും. ഇപ്പൊ വിക്ടർ 2 മെല്ലെ ഈ പറയുന്ന ഡൈനിങ് ഹാളിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ജസ് 2 ഡെക് 2 കൂടെ നടന്നു പോകുന്നത് ജസ് 1 കാണുന്നുണ്ട്. സോ തനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, നടന്ന കാര്യം തന്നെ നടക്കുവാണ് എന്ന് പറയുന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. തല ഇങ്ങനെ പെരുത്ത് വന്നപ്പോൾ ഇവള് നേരെ ഒരു മുറിയിലോട്ട് കയറി ചെല്ലുന്നു. അവിടുത്തെ ക്ലോസറ്റിൽ ഇവരെ കൊല്ലാൻ നോക്കിയ ഒരു കില്ലർ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് അവിടെ ഉണ്ട്. ഒപ്പം ആ ഒരു ഗണ്ണും. ഇതും പോലെ തന്നെ നിലത്ത് ഒരുപാട് പേപ്പർ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. അതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിലെല്ലാത്തിലും ഒരേ കാര്യം എഴുതിയേക്കുന്നത്, ഇഫ് ദേ ബോട്ട് കിൽ ദം ഓൾ. അവർ കപ്പലിൽ കയറിയാൽ എല്ലാവരെയും കൊല്ലണം എന്നാണ് എഴുതിയേക്കുന്നത്. ബട്ട് എല്ലാം ഒരേ രീതിയിൽ ഒരേ ഹാൻഡ് റൈറ്റിംഗിലാണ് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ജസ് വൺ എന്ത് ചെയ്തു, നേരെ വേറൊരു പേപ്പർ എടുത്തിട്ട് അവളും അതേ കാര്യം ആ ഒരു പേപ്പറിൽ എഴുതുക. ഗസ് വാട്ട്, ഇവളിപ്പോൾ എഴുതിയതും ആ ഒരു പേപ്പറിൽ മുമ്പുണ്ടായിരുന്നു എക്സാക്ട് സെയിം ആയിരുന്നു. സോ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ഇവള് തന്നെയാണ് ഈ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെയിൻ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ഇവള് കാണുമോ? അതെന്താണെന്ന് നോക്കുമ്പോൾ ഇവളുടെ കഴുത്തിലുള്ള അതേ എക്സാക്ട് സെയിം സാധനമാണ്. സെയിം ലോക്കറ്റ്, സെയിം മകന്റെ ഫോട്ടോ. ഇവളുടെ കഴുത്തിൽ ആൾറെഡി ഇവളുടെ ചെയിനും ഉണ്ട്. അപ്പൊ ഇത് വേണ്ടാന്ന് പറഞ്ഞ് അവളങ്ങനെ ഇടുന്ന സമയത്ത് അത് അതിന്റെ ആ ഒരു ഗ്യാപ്പിക്ക് ഇവിടെ നേരെ താഴോട്ട് വീഴാണ്. നോക്കുമ്പോൾ അവളുടെ മാല പോലെ തന്നെ ഇഷ്ടം പോലെ മാലകൾ നിലത്ത് കിടക്കുക. ഇതെല്ലാം ഇങ്ങനെ ഭയങ്കര ഷോക്കായിട്ട് അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ കഴുത്തിലുണ്ടായിരുന്ന മാല അതിൽ കുടുങ്ങി അതും അതിന്റെ ഉള്ളിലോട്ട് പോകുന്നു. സോ താനൊരു ലൂപ്പിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു നേക്കഡ് ട്രൂത്ത് ഇവിടെ വെച്ച് നമ്മുടെ ജസ് തിരിച്ചറിയുന്നു. ഇതേ സമയം ജസ് 2 ഈ പറയുന്ന ഗ്രെഗ് 2 ദേഷ്യപ്പെട്ട് അവിടെ തിരിച്ച് ആ ഒരു ഡൈനിങ് ഹാളിലോട്ട് ചെല്ലുന്നുണ്ട്. ഗ്രെഗ് 2 ക്യാപ്റ്റനെ അന്വേഷിച്ച് അവിടെ ഇവിടെയായിട്ട് നടക്കുന്നു. ഇതേ സമയം ഡൈനിങ് ഹാളിൽ ഉണ്ടായിരുന്ന ഡൗണിയും സാലിയും ബ്ലഡ് സ്റ്റെയിൻസ് ഫോളോ ചെയ്ത് അതിന്റെ പിന്നാലെ പോകുന്നു. അപ്പോഴും ഡൗണി 2 പറയുന്നുണ്ട്, എടി നമ്മൾ അങ്ങോട്ടല്ല, നമ്മളോട് തിയേറ്ററിലോട്ട് വരാനല്ലേ ജസ് പറഞ്ഞേ. അപ്പൊ ഡൈനിങ് ഹാളിൽ ഉണ്ടായിരുന്ന ഇവരോട് തിയേറ്ററിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ജസ് ആണ്, പക്ഷെ ഏത് ജസ് ആണെന്ന് അറിയത്തില്ല. അപ്പുറത്ത് വിക്ടർ ആവട്ടെ രക്തം ഒലിച്ച് നേരെ ഡൈനിങ് ഹാളിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ സംഭവം മുമ്പ് നടന്ന പോലെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്ത് പുറത്തു വരണം എന്നൊരു പ്ലാനിലാണ് ജസ് 1 ഉള്ളത്. അതിനെ തുടർന്ന് അവള് ഈ ഒരു ഗണ്ണൊക്കെ പിടിച്ച് നേരെ ഈ ഡൈനിങ് ഹാളിലോട്ട് എത്തുന്നു. അവിടെ ആൾറെഡി ജസ് 2 എത്തിയിട്ടുണ്ട്. ഇനിയാണ് വിക്ടർ 2 വന്ന് ജസ് 2നെ അറ്റാക്ക് ചെയ്ത് അവളെ കൊല്ലാൻ നോക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും തടയണം എന്നാണ് ജസ് 1 വിചാരിക്കുന്നത്. ഇവളും മറ്റേ ജസിനെ കൊല്ലാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് സാധിക്കുന്നില്ല. തന്നെ പോലെ തന്നെ വേറൊരാളെ കൂടെ കണ്ടപ്പോൾ പേടിച്ചിട്ട് അവിടുന്ന് ജസ് 2 ഓടിപ്പോകുന്നു. വിക്ടർ, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ നിന്നോട് പറഞ്ഞതെന്ന്? നീ ഇവിടെ തന്നെ നിന്നാൽ മതി, വേറെ എങ്ങോട്ടും പോകരുത്. ഞാൻ തിയേറ്ററിൽ ചെന്ന് ബാക്കി 3 പേരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാം. ഇത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് അവിടെ വേറൊരു ഗൺഷോട്ട് കേൾക്കുന്നു. നോക്കുമ്പോൾ എന്താ, ആൾറെഡി വേറൊരാൾ ഈ പറഞ്ഞ നമ്മുടെ ഗ്രെഗിനെ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുകയാണ്, ജസ്റ്റ് ലൈക്ക് ബിഫോർ. അടുത്ത ആരാണ്? സാലിയും ഡൗണിയും. അവരെയും കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് ജസ് 1 വന്ന് ഇവർ രണ്ടുപേരെയും എങ്ങനെയോ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ തൽക്കാലം ഇങ്ങോട്ടൊന്നും പറയാതെ ഞാൻ പറയുന്നത് മാത്രം ദയവ് ചെയ്ത് ചെയ്യുക. ഈ ഗണ്ണ് നിങ്ങൾ വെച്ചോ, ആര് വന്നാലും വിശ്വസിക്കരുത്, ഷൂട്ട് ചെയ്ത് കൊന്നോണം. ഞാൻ വിക്ടറിനെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരാം, നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നും പറഞ്ഞ് ജസ് 1 വിക്ടറിനെ കൂട്ടാൻ വേണ്ടി ഡൈനിങ് ഹാളിലോട്ട് പോവാണ്. ഇത് കാണുന്ന കേൾക്കുന്ന ഡൗണി 2നും സാലി 2നും ഒന്നും മനസ്സിലാവുന്നില്ല. ദെൻ ജസ് 1 ഈ ഡൈനിങ് ഹാളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ വിക്ടറിനെ കാണാനില്ല. നോക്കുമ്പോൾ ഫ്ലോറിൽ വലിച്ചു കൊണ്ടുപോയതിന്റെ ഒരു ബ്ലഡ് സ്റ്റെയിൻസ് കാണുന്നുണ്ട്. അപ്പൊ വേറെ ആരോ നമ്മുടെ വിക്ടർ 2നെ ഈ കപ്പലിന്റെ വെളിയിലോട്ട് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഒരു ഗൺഷോട്ട് അവിടേക്ക് ജസ് 1 ഓടി ചെല്ലുന്നു. നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഡൗണി ആയിരുന്നു, അവൻ വേറെ ആരോ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആരവിടെ പുറത്ത് വന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ വരുന്നില്ല. സോ അവിടെ നിൽക്കുന്ന വേറെ ആരുമല്ല, ആ ഒരു മാസ്ക് ഇട്ട കില്ലറാണ്. ഒന്ന് അനങ്ങാൻ വഴിയില്ല, കാരണം അനങ്ങി അവൻ വെടിവെക്കും. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ചെവി വെക്കുന്നില്ലേ, ആരവിടെ? അപ്പൊ നമ്മുടെ കില്ലർ ആ ഒരു മാസ്ക് അങ്ങ് ഊരുന്നുണ്ട്. ഗസ് വാട്ട്, ദാറ്റ്സ് അവർ ജസ്. നോ ഐഡിയ അബൌട്ട് വിച്ച് ജസ്, ബട്ട് ഇറ്റ്സ് ജസ്. അപ്പൊ ഈ ഒരു ജസിനെ നമുക്ക് ജസ് 3 എന്ന് വിളിക്കാം. ഈ ജസിന്റെ മുഖത്ത് ബ്ലഡ് ഒക്കെ ഉണ്ട്. ഇത് കാണുന്ന ഇവർ രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് നിനക്ക് എന്ത് പറ്റി, എന്ത് മുഖത്ത് രക്തമൊക്കെ, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജീവനോട് പുറത്തു പോകണം എന്ന് തോന്നലുണ്ടെങ്കിൽ എന്റെ പിന്നാലെ വാന്ന് പറഞ്ഞ് അവൾ കൊണ്ടുപോകാം. അറ്റ് ദ സെയിം ടൈം ആ ഒരു ഗൺഷോട്ട് കേട്ട് അവിടേക്ക് നമ്മുടെ ജസ് 1 വന്നിട്ടുണ്ടായിരുന്നു. ഡൗണി സാലി നിങ്ങൾ എവിടെയെന്ന് പറഞ്ഞ് അവൾ അലറുമ്പോൾ അത് ഇവരും കേൾക്കുന്നു. ജസ് അത് ആരാണ്, നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ മൈൻഡ് ചെയ്ത് നിൽക്കേണ്ട, നിങ്ങൾ നേരെ എന്റെ പിന്നാലെ വായോ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരെയും ജസ് 3 ഒരു മുറിയിലോട്ട് കയറ്റുന്നുണ്ട്. ഉള്ളിൽ കയറിയവള് അവളുടെ തനിക്കുണം പുറത്തെടുത്ത് രണ്ടുപേരെയും കൊല്ലാൻ നോക്കുന്നു. ഡൗണി 2നെ കഴുത്തെറുത്തു പോകുന്നു. സാലിക്ക് നല്ലപോലെ കുത്തി കിട്ടിയിട്ടുണ്ട്, എങ്കിലും അവൾ വിടാതെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പുറത്തോട്ട് വരുന്നു. സാലി അവിടുന്ന് ജീവൻ കൈപ്പിടിച്ച് ഓടി രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ ഈ ഒരു മുറിയിൽ നിന്ന് പേടിച്ച് വരണ്ട ഓടുന്ന നമ്മുടെ സാലിയെ നമ്മുടെ ജസ് 1 കാണുകയാണ്. സാലി നേരെ ചെന്ന് കയറുന്ന അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കൺട്രോൾ റൂമിലേക്കാണ്. അവൾ അവിടെ ഉണ്ടായിരുന്ന റേഡിയോ യൂസ് ചെയ്ത് ഹെൽപ്പ് ചോദിക്കുന്നു. എല്ലാവരെയും കൊന്നു, ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, പ്ലീസ്
പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൾ ഹെൽപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ ഈ ഒരു സാലി ചോദിക്കുന്ന ഈ ഒരു ഹെൽപ്പാണ്. അപ്പോൾ പടത്തിന്റെ ഫസ്റ്റ് ആ ഒരു കൊടുങ്കാറ്റ് കണ്ട സമയത്ത് ഗ്രെഗ് കോസ്റ്റ് ഗാർഡിനെ വിളിച്ചപ്പോൾ അതിന്റെ ഇടയിൽ കയറിയ ഒരു അൺനോൺ കോൾ. അപ്പൊ കേട്ട ആ ഒരു സ്ത്രീയുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ സാലിയുടെ ആയിരുന്നു. ഇതിന് ഇങ്ങോട്ട് ആരോ വരുന്ന പോലെ തോന്നിയപ്പോൾ ഇവള് വേഗം തന്നെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. പിന്നാലെ തന്നെ ജസ് അവിടേക്ക് വന്ന് നോക്കുന്ന സമയത്താണ് ഒന്നല്ല രണ്ടല്ല ഇഷ്ടം പോലെ സാലിമാര് അവിടെ മരിച്ചു കിടക്കുകയാണ്. സോ സാലിയുടെ ഈ ഒരു മരണം ഇതാദ്യമായിട്ടല്ല, ഇതിനു മുമ്പും ഇതേപോലെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇവളുടെ അടുത്തേക്ക് വന്നപ്പോൾ ജസ്സിനെ കണ്ട് ഇവള് ഭയങ്കര പേടിച്ചു പോവുക. സാലി ദേവി തന്നെ വിശ്വസിക്കണം, ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. ജസ് നിനക്ക് പ്രാന്താണ്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ബ്ലഡ് ഒരുപാട് പോകുന്ന കണ്ടപ്പോൾ ഇവളുടെ ഓവർകോട്ട് ഊരി നമ്മുടെ സാലിക്ക് കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന എല്ലാ സാലിമാരുടെ ദേഹത്തും ഇവൾ ഊരി കൊടുത്ത ആ ഒരു ഡ്രസ്സ് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് വേറെന്തോ ഒരു ചെറിയ ശബ്ദം കേട്ട. എന്താണെന്ന് പറഞ്ഞ് ഇവളെ എത്തി താഴോട്ട് നോക്കുമ്പോൾ അവിടെ ജസ്റ്റ് 3യെ അടിച്ചു കൊല്ലുന്നു. ജസ്റ്റ് 2 എന്ന് പറയുമ്പോൾ ഇപ്പം മരിച്ച ഈ ഒരു ടീംസ് സാലിയുടെ ഡൗണിയുടെ ഒക്കെ കൂടെ വന്ന ആ ജസ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ആ ഒരു മാസ്ക് ഇട്ട ആ ഒരു കില്ലർ ജസ്സിനെ ജസ്റ്റ് 3യെ അടിച്ചു കൊല്ലുന്നു. അതും കോടാലി വെച്ചിട്ടല്ല, പകരം ക്രോബാർ വെച്ചിട്ട് അടിച്ചു കൊന്ന ശേഷം ആ ഒരു ബോഡി എടുത്ത് അവൾ വെള്ളത്തിലോട്ട് വിടുന്നു. തിരിഞ്ഞ് സാലിയെ നോക്കുമ്പോൾ അവൾ അവിടെ മരിച്ചു കിടക്കുക. വീണ്ടും കുറച്ച് ശബ്ദം കേൾക്കുന്നു. എന്താണ് ജസ് എത്തി നോക്കിയപ്പോൾ വീണ്ടും ഹെൽപ്പ് എന്ന് അലറിയിട്ട് ഇവരുടെ ഗ്രൂപ്പ് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് അവിടെ നിൽക്കുന്ന ജസ്റ്റ് 2 കാണുന്നുണ്ട്, അവളുടെ മോളിൽ നിൽക്കുന്ന ജസ്റ്റ് 1 ഇത് കാണുന്നുണ്ട്. ബട്ട് അൺലൈക്ക് ലാസ്റ്റ് ടൈം കില്ലർ ആരാണെന്ന് പറയുന്ന കാര്യം നമ്മുടെ ജസ്റ്റ് 2 അറിയാം, കാരണം ഫേസ് അവൾ കണ്ടു, എന്നിട്ടാണ് അവളെ അടിച്ചു വന്നിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ജസ്റ്റ് 1 ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും മരിച്ച ശേഷമാണ് ഈ പറയുന്ന ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ആവുന്നത് എന്ന് പറയുന്ന കാര്യം ഇവൾ തിരിച്ചറിയണം. ദെൻ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് വന്നല്ലോ, ഗ്രൂപ്പ് 3. ഈ ഒരു ഗ്രൂപ്പിലും ഒരു ജസ് ഉണ്ട്. ആ ജസ്സിനെ നമുക്ക് ജസ്റ്റ് 4 എന്ന് പറയാം. ഇതേ സമയം നമ്മുടെ ജസ്റ്റ് 1 എന്ത് ചെയ്യുന്നു, ഈ കപ്പലിനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞ് അവൾ നോക്കുക. കാരണം ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. അങ്ങനെ അവൾ മുകളിലോട്ട് പോകുമ്പോൾ അവൾ കാണുന്നത് ജസ്റ്റ് 2 ഇപ്പോൾ വന്ന ഗ്രൂപ്പിലെ വിക്ടറുമായിട്ട് സംസാരിക്കുന്നത്, അതായത് വിക്ടർ 3യുമായിട്ട് സംസാരിക്കുന്നതാണ്. വിക്ടർ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ നീ ഉദ്ദേശിക്കുന്ന ജസ് അല്ല, എന്നെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ജസ് മുഖത്ത് രക്തമൊക്കെ ആയിട്ട് അവൾ എല്ലാവരെയും കൊല്ലാൻ നോക്കി, ഞാൻ അവളെ തല്ലിക്കൊന്ന് കടലിലിട്ടു. എഗെയിൻ വിക്ടർ ആസ് യൂഷ്വൽ തന്നെ ഇവൾ പറയുന്ന വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എഗെയിൻ ഒരു ഉന്തും തള്ളും വരുന്നു. അതേപോലെ തന്നെ മുറിവ് അവന്റെ കഴുത്തിന്റെ ബാക്കിലും സംഭവിക്കുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് 2 അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇപ്പൊ തലയ്ക്ക് അടി കിട്ടിയിരിക്കുന്ന ഈ ഒരു വിക്ടറിനെ വിക്ടർ 3യെ കാണാൻ വേണ്ടി ജസ്റ്റ് 1 അങ്ങോട്ട് വരുന്നു. വിക്ടർ, നീ പേടിക്കണ്ട, നിന്നെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റും, അതെങ്ങനെ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം എന്നും പറഞ്ഞ് അവളൊരു പോക്ക്. ഇവിടെ താഴെ ഇറങ്ങി വരുന്ന സമയത്താണ് അവിടെ ഡൗണിയുടെ ബോഡി കാണുന്നത്. അവനൊരു ടോയ്ലറ്റിന്റെ അടുത്ത് കിടക്കുന്ന അവിടെ കണ്ണാടിയിൽ ജസ് എന്ന ബ്ലഡിൽ അവൻ എഴുതിയിട്ടുണ്ട്. ഈ ഡൗണി എന്ന് പറയുന്നത് ഡൗണി 2 ആണ്, ജസ്റ്റ് 3 കൊല്ലാൻ നോക്കിയ ഡൗണി. അവൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ജസ് ആണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് അവന്റെ രക്തത്തിൽ തന്നെ അവിടെ ആ ഒരു ഗ്ലാസ്സിൽ അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവളെന്ത് ചെയ്തു, നേരെ ആ ഒരു ഡൗണിയുടെ ബോഡി അവിടെ നിന്ന് മാറ്റിയിട്ട് അവന്റെ ബ്ലഡ് കൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസ്സിൽ ഗോ ടു തിയേറ്റർ എന്ന് അവൾ എഴുതുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഡൗണിയുടെ ബോഡി കൊണ്ട് നേരെ കടലിനകത്ത് വിടുകയാണ്. സോ ഇപ്പൊ ഇവളറിഞ്ഞ ഈ ഒരു ഡൗണിയുടെ ബോഡിയാണ് ഇതിന് മുമ്പ് നമ്മൾ ആ ഒരു പക്ഷികളെല്ലാം കൊത്തി തിന്നുന്ന പോലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ജസ് നേരെ ചെല്ലുന്ന തിയേറ്ററിൽ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഗ്രെഗിന്റെ ബോഡിയും അവൾ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നേരെ ചെല്ലുന്ന ഡൈനിങ് ഹാളിൽ അവിടെ നമ്മുടെ ഡൗണിയും സാലിയും ഉണ്ട്. ഇത് ഗ്രൂപ്പ് 3യിലുള്ളതാണ്, അതായത് ഡൗണി 3യും സാലി 3യും ആണ് ഈ നിൽക്കുന്നത്. ജസ്, നിനക്ക് എന്ത് പറ്റി? ഗ്രെഗ് എവിടെ? അവൻ നമ്മളെല്ലാവരോടും തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞേക്കുക, ദേ ആ വഴി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ജസ് ഇവർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. സോ ഇങ്ങനെ വരുന്ന ജസ് ഇവരോട് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാ പ്രാവശ്യവും ഡൈനിങ് ഹാളിൽ നിന്ന് തിയേറ്ററിലോട്ട് എത്തുന്നത്. ഇപ്പൊ നമ്മുടെ ജസ് ഇതിനു മുമ്പ് ഇവള് കയറിയ അതേ റൂമിൽ ചെന്ന് കില്ലർ ഇട്ടിട്ടുണ്ടായിരുന്ന കോട്ടും മാസ്കും ഗണ്ണൊക്കെ പിടിച്ച് ഇവള് നേരെ വെളിയിലോട്ട് വരുന്നു. സോ ഇവളെന്തോ മനസ്സിൽ കണ്ടിട്ടാണ് ഇവള് വന്നിട്ട് നേരെ ചെന്ന് കയറുന്നത് തിയേറ്ററിലേക്കാണ്. അവിടെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഗ്രെഗ് നിൽക്കുന്നു. അവനെ കണ്ട ഉടനെ ഷൂട്ട് ചെയ്ത് കളയാൻ ഇവൾക്ക് സാധിക്കുന്നില്ല. അവനൊന്ന് പേടിച്ച് നിന്നു പോവുക. പക്ഷേ അവൻ കാലിലോട്ട് നോക്കിയപ്പോൾ ഈ വേഷം മാറി വന്നിരിക്കുന്ന ജസ് ആണ് എന്ന് പറയുന്ന കാര്യം അവന് മനസ്സിലായി. ജസ്, നിനക്ക് എന്ത് പറ്റി? നീ എന്ത് ഇതൊക്കെ പിടിച്ചിട്ട്? ഞാനിപ്പോൾ നിങ്ങളെല്ലാവരെയും കൊല്ലും, ഇവിടെയുള്ള എല്ലാവരെയും കൊന്നു കഴിഞ്ഞാൽ ഈ ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ആവും. അങ്ങനെ സ്റ്റാർട്ട് ആകുന്ന സമയത്ത് ഹെൽപ്പ് ചോദിച്ച് നമ്മൾ വരുമ്പോൾ നമ്മൾ ആരെയും ഈ ഒരു ഷിപ്പിലോട്ട് കയറാതെ ഞാൻ തടയും. അങ്ങനെ നമ്മൾ ഈ ഒരു ഷിപ്പിൽ കയറാതിരുന്നാൽ നമുക്ക് ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതാണ് എന്റെ പ്ലാൻ, അത് ഞാൻ ചെയ്യൂന്നൊക്കെ പറഞ്ഞ് ഇവള്, നീ എന്ത് തേങ്ങയടി ഈ പറയണേ എന്ന മട്ടിലാണ് ഗ്രെഗ് നിന്നോണ്ടിരിക്കുന്നത്. അവന് മനസ്സിലാവണ്ടേ? അങ്ങ് വിശദീകരിക്കാനൊന്നും ഇവള് നിന്നില്ല, ഒരു വെട്ടി. അപ്പോൾ തിയേറ്ററിലുണ്ടായിരുന്ന നമ്മുടെ ഡൗണിയും സാലിയും ഇവനെ വന്ന് പൊക്കുന്നുണ്ട്. അവൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നെ ഷൂട്ട് ചെയ്ത് ജസ് ആണെന്ന് അവൻ പറയുന്നു. അറ്റ് ദ സെയിം ടൈം ഇവരുടെ ഗ്രൂപ്പിൽ വന്ന നമ്മുടെ ജസ്റ്റ് 4 ഗൺ ഷോട്ടിന്റെ സൗണ്ട് കേട്ട് അവൾ ഇങ്ങോട്ട് ഓടി വരുക. ഇവളെ കണ്ടതും സാലി പ്രശ്നം ഉണ്ടാക്കുന്നു. ആ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ നിന്ന് മോളിൽ നിന്ന് നമ്മുടെ ജസ് എന്ത് ചെയ്തു, താഴെയുള്ള എല്ലാവരും ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി നോക്കുന്നു. ഡൗണിയും സാലിയെയും കൊല്ലുന്നുണ്ട്. ബട്ട് ജസ്റ്റ് 4 മാത്രം അവിടെ നിന്ന് രക്ഷോട്ട് പോകുന്നു. ഈ ജസ്റ്റ് 4നെയും എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഇവള് പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഇടയിൽ ചെറിയൊരു ഫൈറ്റ് വരുന്നു. അറ്റ് സം പോയിന്റ് ജസ്റ്റ് 4 ഒരു കോടാലി എടുത്ത് നമ്മുടെ ജസ്സിനെ അടിച്ചു വീഴ്ത്തുന്നു. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ആ ജസ് നമ്മുടെ ജസ്സിനെ അടിച്ചു കൊല്ലും. അപ്പൊ ആകെ മൊത്തത്തിൽ അപ്ന ടൈം ആകെയ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ജസ്, നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ അവരാരെയും നീ ഈ ഷിപ്പിൽ കയറ്റാൻ പാടില്ല, ഇൻ കേസ് കയറിയാൽ അവരെല്ലാവരും നീ കൊന്നു കളയണം. ബട്ട് ഇവള് പറയാൻ നോക്കുന്നത് ആ ജസ്സിന് മനസ്സിലാകുന്നില്ല. അവൾ എന്ത് ചെയ്യുന്നു, കോടാലി എത്തടിച്ച് ഇവിടെ കടലിലോട്ട് മറിച്ചിടുന്നു. അങ്ങനെ നമ്മുടെ ജസ് ആ ഒരു കടലിലോട്ട് അങ്ങ് വീഴാണ്. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ജസ് ഏതോ കടൽ തീരത്ത് എഴുന്നേക്കുന്ന രീതിയിലാണ്. ഇതേ കടലും തീരവും തന്നെയായിരുന്നു ഇവൾ ആദ്യമായിട്ട് ആ ഒരു ബോട്ടിൽ
കയറി കിടന്നുറങ്ങുമ്പോൾ കണ്ട സ്വപ്നവും ഇത് നമ്മുടെ ജസ്സാണെന്ന് പറയാനുള്ള കാരണം ആ തിരമാല അടിക്കുമ്പോൾ അതിലൊരു ഡ്രസ്സ് കിടക്കുന്നുണ്ട്. ആ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇവളെ ഷിപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കില്ലറിന്റെ ഡ്രസ്സായിരുന്നു. ഇവളെ ഒരു സ്ഥലം നോക്കുന്ന സമയത്താണ് ഇവളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചാണത്. ഇവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കിയിട്ട് വേഗം ഇവളുടെ വീട്ടിലോട്ട് അങ്ങ് ഓടി ചെല്ലുന്നു. അപ്പോൾ ഇവൾ ഇത്രയും നേരം ആഗ്രഹിച്ച പോലെ തന്നെ ഷിപ്പിന്റെ വെളിയിൽ വന്നപ്പോൾ നേരെ മകനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് ഓടി ചെല്ലുക. അങ്ങനെ വീട്ടിലെത്തി ജനലിലൂടെ ഉള്ളിൽ നോക്കുമ്പോൾ അവിടെ മകൻ ഇരുന്ന് സ്വസ്ഥമായിട്ട് പടം വരച്ചോണ്ടിരിക്കുന്നു. ഈ കാഴ്ച കണ്ടപ്പോഴാണ് ഇവൾക്കൊന്നും ആശ്വാസമായ. ബട്ട് ഇവളെ ഞെട്ടിക്കുന്നത് വേറൊരു കാര്യമാണ്. അവിടെ ആൾറെഡി വേറൊരു ജസ് ഉണ്ട്. ടോമി ഇതിനോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഒന്നും പുറത്തിട്ട് കളിക്കില്ലെന്ന്. ഇന്നിങ്ങനെ തൊട്ടേനും പിടിച്ചതിനും ആ ജസ് സ്വന്തം മകനോട് ഭയങ്കരധികം ദേഷ്യപ്പെടുകയാണ്. ഇതെന്ത് സംഭവിക്കുന്നതെന്നൊന്നും നമ്മുടെ ജസ്സിന് മനസ്സിലാവുന്നില്ല. ഉള്ളിലിരിക്കുന്ന ടോമിക്ക് പുറത്ത് ആരോ ഉണ്ടെന്ന് തോന്നിയിട്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ കൈ തട്ടി അറിയാതെ പെയിന്റ് താഴോട്ട് വീഴുക. ഇതും കൂടെ കണ്ടപ്പോൾ ഉള്ളിലെ ജസ്സിന് വീണ്ടും ദേഷ്യം വന്ന് വയ്യാത്ത കുട്ടിയാണെന്ന് പോലും ഓർക്കാതെ ഭയങ്കരധികം അടിക്കുന്നു. ഇത് കാണുന്ന സമയത്താണ് ജസ്സിന് മനസ്സിലാകുന്നത് അവൾ എന്തൊക്കെ തെറ്റാ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഇവൾക്ക് ഹസ്ബൻഡ് ഇല്ല, അതുകൊണ്ട് തന്നെ വയ്യാത്ത കുട്ടി ഇവൾ ഒറ്റയ്ക്ക് വേണം മാനേജ് ചെയ്യാൻ. ഹോട്ടലിൽ നിന്നുള്ള ഒരു വർക്ക് പ്രഷറും ലീവ് ഒന്നും കിട്ടത്തില്ല, അതൊരു സൈഡിൽ. അതിൻ്റെ ഇടയിൽ ഒരു ലീവ് കിട്ടി, അപ്പോൾ പുറത്തു പോകാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവളുടെ ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ അവൾ അറിയാതെ തന്നെ പുറത്തു വരികയാണ്. പുറത്ത് ആരോടായിരിക്കും? കുഞ്ഞിനോട്. സോ വേണമെന്ന് വെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പോലും ഒന്നും അറിയാത്തൊരു കുട്ടിയോട് ഇവൾ കാണിക്കുന്ന ശരിയല്ല എന്ന് പറയുന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോരാതെ ഇനി ഇവൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ അവിടെയുള്ള ആ ഒരു ജസ് ഇല്ലാതാവണം. ഇവൾ എത്രയും കടന്ന് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത് കൊച്ചിനോട് ചേരാനാണല്ലോ. അപ്പോൾ അതിനൊരു തടസ്സമായിട്ട് ഇവളുടെ മുമ്പ് ഇപ്പം നിൽക്കുന്നത് ആ ഒരു ജസ്സാണ്. എന്നിട്ട് ഇവിടെ നേരെ ചെന്ന് ഡോർബെൽ അടിച്ചിട്ട് അവിടുന്ന് മാറി നിന്നു. ഉള്ളിലുണ്ടായിരുന്ന ജസ് ഡോർ വന്ന് തുറന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. ദെൻ അവൾ പുറത്ത് വരികയും നൈബറോട് ആരെങ്കിലും കണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതാണ് നമ്മൾ പടത്തിൽ ഫസ്റ്റ് കണ്ട സീൻ. അപ്പോൾ ആദ്യം ആ ഒരു ഡോർബെൽ അടിച്ചത് നമ്മുടെ ജസ് തന്നെയായിരുന്നു. അപ്പോൾ ആരെ ഡോർബെൽ അടിച്ച് എന്നറിയാതെ ആ ഒരു കൺഫ്യൂഷനിൽ ആ ജസ് വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളിൽ കയറിയ നമ്മുടെ ജസ് ഈ ജസ്സിനെ അടിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് അവളുടെ ബോഡി ഒരു ബാഗിനകത്താക്കി അത് നേരെ കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുവയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടോമിയോട് നീ പേടിക്കണ്ട, മോൻ കാണുന്നൊന്നും സത്യമല്ല, ഇതൊരു ചീത്ത സ്വപ്നമായിട്ട് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. ഈ ഡയലോഗ് ആക്ച്വലി കുട്ടിയോട് മാത്രമായിരുന്നില്ല, കാണുന്ന പ്രേക്ഷകരോടുമായിരുന്നു. ദെൻ ടോമിയും കയറ്റി ഈ ഒരു വണ്ടി എടുത്ത് ഇവൾ ഡ്രൈവ് ചെയ്ത് പോവുക. അങ്ങനെ അവൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പക്ഷി വന്ന് ഇവളുടെ വണ്ടി ഇടിച്ച് ചാവുന്നുണ്ട്. എന്നിട്ട് ഇവൾക്ക് ആൾറെഡി ഉള്ള 100,000 പ്രശ്നം പോരാഞ്ഞിട്ട് വണ്ടി നിർത്തി പുറത്തിറങ്ങി ആ ചത്ത് വീണെടുക്കുന്ന പക്ഷിയെ എടുത്ത് അവൾ കൊണ്ട് മാറ്റിക്കൊണ്ടേടുന്നു സൈഡിൽ. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ വേറെയും കുറെ പക്ഷികൾ ഇതേ രീതിയിൽ ചത്തിറക്കുന്നുണ്ട്. വീണ്ടും ലൂപ്പിൽ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് ഇവൾക്ക് ഒരു പിടിയുമില്ല. ദെൻ വീണ്ടും വണ്ടി കയറിയും കുറച്ചങ്ങ് പോയതും ഉള്ളിലുള്ള നമ്മുടെ ടോമി ആവട്ടെ കരച്ചിൽ തുടങ്ങി. കരച്ചിൽ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ നിർത്തുന്നില്ല, അങ്ങനെ കരച്ചിൽ. സംഭവം ആ ഒരു പക്ഷിയുടെ രക്തം വിൻഷീൽഡിൽ ഉണ്ടായിരുന്നു. അവൻ ആ ഒരു ബ്ലഡ് കണ്ടിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടോമി നീ കരയേണ്ട, പേടിക്കേണ്ട, ഇത് പക്ഷിയുടെ രക്തമാണ്, ഒന്നുമില്ല, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് എത്ര പറഞ്ഞിട്ടും ഇവൻ കേൾക്കുന്നില്ല. അങ്ങനെ ആൾക്കാർ കൂടുന്നു. എല്ലാവരും വന്ന് നോക്കുമ്പോഴേക്കും രണ്ടുപേരും മരിച്ചു പോയേക്കുക. ടോമിയും മരിച്ചു, ജസ്സും മരിച്ചു. പക്ഷേ അവിടെ മരിച്ചു കിടക്കുന്ന ജസ് നമ്മുടെ ജസ്സല്ല, പകരം ഡിക്കിയിലുണ്ടായിരുന്ന ജസ്സാണ്. ആ ആക്സിഡന്റിൽ മറിഞ്ഞപ്പോൾ പുറത്തു വന്നതാണ്. ബട്ട് സംഹൗ വണ്ടി ഓടിച്ച നമ്മുടെ ജസ്സിന് ഒരു പോറൽ പോലും പറ്റാതെ അവൾ പുറത്ത് നിൽക്കുന്നു. അവൾ പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാതെ ഭയങ്കര ഷോക്കിൽ നിൽക്കുക. അപ്പോൾ അവിടേക്ക് ആറി ഓക്കെയും ചോദിച്ചിട്ട് പിന്നാലെ ഒരു ചങ്ങായി വരുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് ഇവള്. ഞാൻ ആരുമല്ല, ഞാൻ ജസ്റ്റ് ഒരു ഡ്രൈവറാണ്. ആ പയ്യനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നതിൽ ഇനി അർത്ഥമില്ല. അവൻ പോയി, അവനിനി തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും പറ്റില്ല. എന്നാൽ ജസ്സിനറിയാം ഇതൊരു ലൂപ്പാണെന്നും ഇത് വീണ്ടും സംഭവിക്കുമെന്നും അത് തടഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ. അല്ലെങ്കിൽ അവൾ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകണോ? ഞാൻ ലിഫ്റ്റ് കയറണോ? യെസ്, എനിക്ക് ട്രയാങ്കിൾ ഹാർബർ വരെ ഒന്ന് പോകണം, എന്നെ അവിടെ കൊണ്ടുപോയിട്ടാൽ മതി. ഓക്കെ മാം എന്ന് പറഞ്ഞിട്ട് ഇയാളും ഇവിടെ നേരെ ആ ഒരു ഹാർബറിലേക്ക് കൊണ്ടുപോകുന്നു. ആ പോകുന്ന ഗ്യാപ്പിലും അവൾ ആ ഒരു ബാക്ക് സീലിൽ ഇരുന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങുന്നുണ്ട്. അങ്ങനെ ഇവരും ആ ഒരു ഹാർബറിലേക്ക് എത്താണ്. മാം ഞാൻ ഈ ഒരു മീറ്റർ ഓഫ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്തായാലും തിരിച്ചു വരുമല്ലോ? ഉറപ്പായിട്ടും ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഇവളും ആ ഒരു ഹാർബറിലോട്ട് നടന്നു പോവുക. അങ്ങനെ ഇവൾ ഹാർബറിലോട്ട് കയറുമ്പോഴാണ് നിക്ക് അവളെ കാണുന്നത്. ആ ജസ് നീ എത്തിയോ? കൊച്ചവിടെ ടോമി എന്തി? ആ ചോദ്യം കേട്ടപ്പോൾ അവൾ വല്ലാണ്ടങ്ങ് സ്റ്റക്കായി പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അവൻ സ്കൂളിൽ പോയേക്കുക എന്ന് മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഇവരും ഹാർബറിലോട്ട് വരികയാണ്. ഗ്രെഗറിയും ബാക്കിയുള്ളവരെ മീറ്റ് ചെയ്യുന്നു. വീണ്ടും എല്ലാവരുടെ കൂടെ ആ ഒരു ബോട്ടിൽ അവൾ ആ ഒരു കടലിലോട്ട് ചെല്ലുന്ന രീതിയിൽ കാണിക്കുക. സോ ഇതെല്ലാം എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്ന രീതിയിൽ കാണിച്ചിട്ടാണ് പടം അവസാനിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചേക്കുന്നത്? ട്രയാങ്കിൾ എന്ന ഈ ഒരു പേര്, പടത്തിന്റെ ടൈറ്റിലും ഗ്രെഗിന്റെ ആ ഒരു ബോട്ടിന്റെ പേരും എല്ലാം ഒന്നാണ്. സോ ബെർമുഡ ട്രയാങ്കിൾ തന്നെയാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. സോ ആ ഒരു കൺസെപ്റ്റിനകത്ത് ഇവർ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതും എങ്ങനെ പ്രൈമർ, ടൈം ക്രൈംസ്, അതേപോലെ തന്നെ ടൈം ലാപ്സ്, ഈ പടങ്ങൾ പോലെയൊക്കെ ഒരു ചെറിയ ത്രെഡ് വെച്ച് കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ് അവർ ഡെലിവർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ജസ്സിന്റെ കഥ അറിയുന്നതിന് മുമ്പായിട്ട് സിസിഫസിന്റെ കഥ അറിയണം. സിസിഫസ് ആരാണ്? എയോളസിന്റെ പുത്രനാണ്. അപ്പൊ നമ്മുടെ സിസിഫസിന് തന്റെ ഭാര്യയ്ക്ക് തന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ട് എന്ന് അളക്കാൻ ഒരു മോഹം. അതിന് പുള്ളി ഭാര്യയോട് ഇങ്ങനെ പറയും, എടി ഞാനെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മരിച്ചുപോയ എന്റെ ശവശരീരം നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ടൗണിന്റെ സെന്ററിലോട്ട് നീ അങ്ങ് വലിച്ചെറിയണം, ഒന്നും നോക്കണ്ട ചെയ്തോളാൻ പറഞ്ഞിട്ട് ഭാര്യയോട് പറയുക. ഇവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഭാര്യയ്ക്ക് അത്രയും സ്നേഹം തന്നോടുണ്ടെങ്കിൽ ഒരിക്കലും മരിച്ച ശേഷം ഈ ഒരു ശവശരീരം അങ്ങനെ കൊണ്ട് വലിച്ചെറിയാൻ ഇവള് തയ്യാറാവത്തില്ല. പക്ഷെ ഇവന്റെ ഭാര്യ പറഞ്ഞത്
അക്ഷരം തെറ്റാതെ ചെയ്തു. സിസിഫസ് മരിച്ചതും അവന്റെ ബോഡി അവൻ പറഞ്ഞ പോലെ തന്നെ നേരെ അങ്ങ് വലിച്ചെറിഞ്ഞു. ഇത് യഹലോകത്തിൽ നിന്നും കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സിസിഫസിന് വല്ലാണ്ട് ഫീൽ ആവുന്നു. കയ്യിലിരിപ്പ് കാരണം പുള്ളി മരിച്ച ശേഷം നരകത്തിലെത്തിയേക്കും. അപ്പൊ ഈ നടന്ന കാര്യമെല്ലാം കണ്ട ശേഷം ഹെൽസ് ക്വീൻ ആയിട്ടുള്ള നരകത്തിന്റെ രാജ്ഞിയായിട്ടുള്ള പെർസിഫോണിനോട് എനിക്കൊന്ന് അവസാനമായിട്ട് എന്റെ ഭാര്യ ഒന്ന് കണ്ടിട്ട് വരണം, ഞാൻ ദേ പോയി ദാ വരാം എന്ന് പറഞ്ഞൊരു പ്രോമിസും കൊടുത്തിട്ടാണ് ഇവൻ പോയേക്കുന്നത്. ഇവന്റെ വാക്കും വിശ്വസിച്ച് പെർസിഫോണും ഇവനെ വിട്ടയക്കുന്നു. പുറത്തു വന്ന സിസിഫസും അവനെ തനിക്കൊണം കാണിച്ചു. അപ്പൊ ഇവരെ പറ്റിച്ചതുകൊണ്ട് ഇവനൊരു ശിക്ഷ എല്ലാവരും ചേർന്ന് കൊടുക്കുകയാണ്, പ്രത്യേകിച്ച് സ്വീസ് ഒക്കെ ചേർന്ന്. അവനെ പിടിച്ച് വലിച്ച് നരകത്തിൽ കൊണ്ടുവന്ന് ഈ കുത്തനെ നിൽക്കുന്ന മലയിലേക്ക് പാറക്കഷ്ണം ഉരുട്ടി കയറ്റണം എന്ന് പറഞ്ഞിട്ട് സിസിഫസും സിമ്പിൾ ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് പാറ ഉരുട്ടുന്നു ഉരുണ്ട് താഴെ വീഴുന്നു, ഉരുട്ടുന്നു ഉരുണ്ട് താഴെ വീഴുന്നു എന്നും പറഞ്ഞ് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു ഒടുക്കത്തെ ഇൻഫിനിറ്റ് ലൂപ്പിൽ പുള്ളി പെട്ടുപോവുക. സിസിഫസിന്റെ അതേ ശിക്ഷ തന്നെയാണ് ഇവിടെ നമ്മുടെ ജസ്സിനും കൊടുത്തിരിക്കുന്നത്. ജസ് അവസാനം ആ ഒരു ഡ്രൈവറോട് ഞാൻ തിരിച്ചു വരാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ടല്ലോ. ആ വന്ന ഡ്രൈവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന്റെ ഒരു ദൂതനാണ്, അല്ലെങ്കിൽ നരകത്തിലെ ഹെല്ലിലെ ഫെറിമാൻ എന്ന് പറയും, വഞ്ചിക്കാരൻ. അതായത് നരകത്തിലെ സോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മിഡിൽ പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള ആളോടാണ് ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞൊരു ഫേക്ക് പ്രോമിസും കൊടുത്തിട്ട് ഇവിടെ ചെല്ലുന്നത്. നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വന്ന ടാക്സി കാറിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്, 752. ക്രിസ്ത്യൻ മിത്തോളജിയിൽ ഇതിന് വേറൊരു അർത്ഥമുണ്ട്, ഏഞ്ചൽ നമ്പർ 752 എന്നാണ് അറിയപ്പെടുന്നത്. നിന്റെ ലൈഫിൽ എന്തെങ്കിലും കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു കാരണമുണ്ടെന്നും അതിനെ പൂർണ്ണ മനസ്സോട് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ ജസ് അവളുടെ മകന്റെ മരണം ഉൾക്കൊള്ളാൻ തീരെ തയ്യാറല്ല. ഇതിനും പുറമെ ഒരു വിധനല്ല മറ്റൊരു വിധനെ താനാണല്ലോ ഇതിന് കാരണക്കാരിയായേ എന്ന് പറയുന്ന ഒരു ഗിൽട്ടും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചാലും മകനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഇവള് തയ്യാറാവുന്നില്ല. ഇൻ കേസ് ആ ഒരു ചിന്ത അവള് വിട്ട് മകൻ മരിച്ചു ഇനി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ആ ടാക്സി ഡ്രൈവർ വന്ന് വിളിച്ചപ്പോൾ അയാളുടെ കൂടെ പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ചോയ്സ് എപ്പോഴും ഇവളുടെ കയ്യിലായിരുന്നു. നീ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്നുള്ള കാര്യം ഇവൾക്ക് തീരുമാനിക്കാം. അവളുടെ തീരുമാനം തിരിച്ച് ഹാർബറിലേക്ക് എന്ന് ഇതെല്ലാം വീണ്ടും സംഭവിക്കുമ്പോൾ തടയാൻ രക്ഷിക്കാം എന്ന് പറയുന്നതായിരുന്നു. അതിന് ആ ഒരു ടാക്സി ഡ്രൈവർക്കും ഒരു ഫേക്ക് പ്രോമിസ് അവൾ കൊടുക്കുന്നുണ്ട്. ആ പ്രോമിസാണ് ഇത്രയും വലിയൊരു ശിക്ഷ ഇവൾക്ക് കിട്ടാനുള്ള പ്രധാന കാരണം. നമ്മൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് തുടക്കം തൊട്ടേ വരുമല്ല, നമ്മളൊരു സെർട്ടൺ പോയിന്റിൽ നിന്നാണ് ഇതിലോട്ട് വരുന്നത്. ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സൈക്കിളിന്റെ ഇടയിലോട്ടാണ് നമ്മൾ കയറി ചെന്ന് ഇതെല്ലാം കാണുന്നത്. പിന്നെ ജസ്സിന്റെ ലൈഫ് അതത്ര സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്. പാർട്ട്ണറില്ല, അതുകൊണ്ട് തന്നെ സിംഗിൾ മദറാണ്. ഒറ്റയ്ക്ക് വേണം ഈ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയെ അവൾ വളർത്തിയെടുക്കാൻ. ഹോട്ടലിലാണ് ജോലി, അതുകൊണ്ട് ലീവ് ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അങ്ങനെ കിട്ടിയ ലീവിലാണ് ഈ ഒരു കൂട്ടുകാരോട് ഇങ്ങനെ പോകാം എന്ന് പറയുന്ന ഒരു തീരുമാനം ഇവൾ എടുക്കുന്നത്. അപ്പോൾ ഇവളുടെ ഉള്ളിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ മൊത്തം പുറത്ത് വരുന്നത് മകനോടാണ്. അത് ആ കളിപ്പാട്ടം പുറത്തിട്ടപ്പോഴും ആ ഒരു പെയിന്റ് താഴെ വീണപ്പോഴൊക്കെ വ്യക്തമാണ്. എന്ന് വെച്ച് മകനോട് ഇഷ്ടമില്ല എന്നൊരു അർത്ഥം വരുന്നില്ല അതിന്. ഇൻഫാക്ട് ഈ ഒരു ലൂപ്പിനകത്ത് അവൾ വീണ്ടും മനഃപൂർവ്വം പോകുന്നത് പോലും ഈ മകനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. കാരണം ജസ്സിന് ആകെയുള്ളത് മകൻ മാത്രമാണ്, അവളുടെ ലോകം തന്നെ മകനാണ്. അങ്ങനെയുള്ള മകന്റെ മരണമാണ് ഇവൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നത്. ഇവൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഗ്രെഗ് ഇവളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ടോമിയുടെ കാര്യമൊക്കെ എങ്ങനെ പോകുന്നു. Every day is the same. Tommy likes things to be a certain way. If I do one thing differently, I lose him. എല്ലാ ദിവസവും ഒരേപോലെ സെയിം ആണെന്നും ടോമിക്ക് എല്ലാ കാര്യങ്ങളും ഒരു സെർട്ടൻ വേയിൽ ഉണ്ടായിരിക്കണം. അതിലെന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വേറെ രീതിയിൽ ചെയ്താൽ എനിക്ക് അവനെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. ഇത് നമ്മൾ ആദ്യം വിചാരിക്കുന്നത് അവൻ്റെ ഓട്ടിസം ആണ് ഇവിടെ റെഫർ ചെയ്യുന്നതെന്ന്. ആക്ച്വലി അതായിരുന്നില്ല. എവറി ഡേ ഇസ് ദ സെയിം. അതായത് ജസ്സിന്റെ ലൂപ്പ് വീണ്ടും വീണ്ടും അവൾ ഒരേ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോമി ഇവൾക്ക് നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ ഇവൾ ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ ഇവൾ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ബട്ട് ഈ ഒരു കാര്യം ഗ്രെഗിനോട് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞായിരിക്കാം. കാരണം ഉറങ്ങിയ ശേഷം അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഓർമ്മയുണ്ടാവില്ല. ബട്ട് അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി കാണിച്ചു തന്നേക്കാണ്. ഇവിടെ ഹാർബറിലെത്തി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്നു അതെല്ലാം വീണ്ടും ചെയ്യുക. ബട്ട് എന്തുകൊണ്ട് ഇതൊന്നും ഇവൾക്ക് ഓർമ്മയില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കഴിഞ്ഞ കുറച്ച് മണിക്കൂറിൽ അവൾ അനുഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അവളുടെ യുക്തിബോധത്തിനും അപ്പുറമുള്ള പല കാര്യങ്ങളുമാണ്. സോ ഹെർ മൈൻഡ് ഈസ് കംപ്ലീറ്റ്ലി മെസ്ഡ് അപ്പ്. അതുകൊണ്ടാണ് ആ ഒരു ടാക്സി കയറിയപ്പോഴും അവൾ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞ് അവൾ ആ ഒരു ഹാർബറിലെത്തി ഉള്ളിൽ കയറിയിട്ട് കുറച്ച് മണിക്കൂർ കടന്ന് അവർ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നുണ്ട്. ആ ഉറക്കത്തിലാണ് അവൾ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നത്. ഈ ലൂപ്പും അതിലെന്ത് സംഭവിച്ചു എന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൾ ആ ഒരു ഉറക്കത്തിൽ മറക്കുന്നുണ്ട്. വീണ്ടും എന്തെല്ലാം സംഭവിച്ചോ അത് വീണ്ടും സംഭവിക്കും. സോ മകന്റെ മരണം ഇവൾ ഉൾക്കൊണ്ട് ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് നടക്കില്ലായിരുന്നു. ബട്ട് ഷീ ചൂസ് നോട്ട് ടു ലെറ്റ് ഹിം ഗോ. അതാണ് അവൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തിനാ ഇത്ര വലിയ ശിക്ഷ അതിന്? ശരിയാണ്, ഇത്ര വലിയ ശിക്ഷയുടെ ആവശ്യമില്ല. എന്നാൽ ഈ ശിക്ഷയെല്ലാം നടപ്പാക്കുന്നത് ആരാണ്? എയോളിസ്, അതായത് സിസിഫസിന്റെ അച്ഛൻ. ത്രൂട്ട് പടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് എവിഡന്റ് ആണ്. ഇവർ ബോട്ടിൽ കടലിലോട്ട് ചെന്നപ്പോൾ ആ ഒരു കാറ്റ് പെട്ടെന്ന് നിന്ന് പോയതും തൊട്ടടുത്ത നിമിഷം തന്നെ വലിയൊരു കൊടുങ്കാറ്റ് വന്ന് ആ ഒരു ബോട്ട് തന്നെ മറിച്ചിട്ടതും അപ്പോൾ തന്നെ അവിടെ പറഞ്ഞു വെച്ച പോലെ വലിയൊരു ഷിപ്പ് അവിടെ എത്താണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ എയോളിസ് ഒരു വായുദേവനാണ്. സോ കാറ്റിനെ കൺട്രോൾ ചെയ്ത് ഇവരെ ഇങ്ങോട്ട് എത്തിച്ചത് ഈ ഒരു എയോളിസ് ആണ്. ഇതേ എയോളിസിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആ എയോ എന്ന് പറയുന്ന ഒരു ലോഗോ, ഡൈനിഹാളിലെ ഒരു ബാൻഡ് സെറ്റിലെ ആ ഒരു ലോഗോയും ദെൻ അന്ന് ആ ഒരു ജസ് മരിക്കുന്ന ദിവസം അവിടെ അടുത്തുണ്ടായിരുന്ന ബാൻഡ് സെറ്റിലെ പിള്ളേരുടെ ഡ്രമ്മിലും ഇതേ ലോഗോ ഉണ്ടായിരുന്നു. ഷിപ്പിന്റെ ഉള്ളിലെ തിയേറ്ററിലെ എയോളിസിന്റെ വലിയൊരു പെയിന്റിംഗ് ഉണ്ടാവും. ഇങ്ങനെ ഒരു വിധനയിൽ മറ്റൊരു വിധനെ എയോളിസിന്റെ പ്രസൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ബട്ട് വൈ? എന്തിനു വേണ്ടി? എയോളിസ് എന്തിനാ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? സിമ്പിൾ ആണ്. എങ്ങനെയാണോ സ്വന്തം മകനായിട്ടുള്ള സിസിഫസിന് മരണത്തെ കബളിപ്പിച്ചപ്പോൾ ഇത്രയും വലിയൊരു ശിക്ഷ കിട്ടിയത്, അതേപോലെ ആ തെറ്റ് ആവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു
പക്ഷേ ഇതേപോലത്തെ ശിക്ഷ കൊടുക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം ഇതെല്ലാം. ബട്ട് വൈ അതേഴ്സ്? അങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ. ഇവള് തെറ്റ് ചെയ്തു, ഇവൾക്ക് ശിക്ഷ കൊടുക്കുന്നു. പക്ഷേ ഇവളുടെ കൂടെയുള്ളവർ എന്ത് തെറ്റ് ചെയ്തത്? അവരെ എന്തിനാണ് ഈ ഒരു ലൂപ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ഈ ശിക്ഷ കൊടുക്കുന്നത്? സോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഗ്രേഗ്, വിക്ടർ, സാലി, അതേപോലെ തന്നെ ഡൗണി, ഇവർ 4 പേർക്കും അവർക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നത്, ഏതാ സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഐഡിയ ഇല്ലാതെ തന്നെയാണ് അവർ മരിച്ചു പോകുന്നത്. എന്താ ഏതാണെന്നൊന്നും അറിയാതെ തന്നെ അവർ മരിച്ചു പോകുന്നു. സോ ആക്ച്വലി അവരെല്ലാം തന്നെ ഇവൾക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ വെറും കരുക്കൾ മാത്രമാണ്. നിന്റെ മകനെ നിനക്ക് രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നീ ഇവരെ എല്ലാം കൊല്ലണം എന്ന് പറയുന്ന ആ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ബാക്കിയുള്ളവർക്കല്ല ശിക്ഷ, അവിടെ ജസ്സിനാണ്. ദെൻ ഇതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ കൂടെ വെച്ച് വായിക്കാൻ പറ്റുന്ന മറ്റൊരു ഗ്രീക്ക് മിത്തോളജിയും ഉണ്ട്. അതാണ് ഒഡീസിസും എയോളസും തമ്മിലുള്ള ഒരു കഥ. അപ്പോൾ ഒഡീസിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വാരിയറാണ്. പുള്ളി ഇങ്ങനെ വലിയൊരു യുദ്ധം എല്ലാം കഴിഞ്ഞ് തന്റെ രാജ്യത്തോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുമ്പോൾ ഓൺ ദ വേയിൽ മിഡ് എയറിൽ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ഐലൻഡ് അവൻ കാണുന്നു. അത് ആക്ച്വലി എയോളസിന്റെ ഒരു ഐലൻഡ് ആയിരുന്നു, പേര് എയോളിയ. അപ്പോൾ പറക്കുന്ന ദ്വീപ് എന്ന് പറയുന്ന ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് തന്നെ ഈ പറയുന്ന ഒഡീസിസും പുള്ളിയുടെ ആളുകളെല്ലാവരും ആ ഒരു ഐലൻഡിലോട്ട് കയറാണ്. ദെൻ അവരും ഇവരെ സ്വീകരിക്കുന്നുണ്ട്. ദെൻ അവിടെയുള്ള നമ്മുടെ എയോളസിനോട് ഇയാളുടെ, അതായത് നമ്മുടെ ഒഡീസിസിന്റെ ആ ഒരു വീര യുദ്ധ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. എയോളസിനും പുള്ളിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒഡീസിസ് സേഫ് ആയിട്ടും അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടും തന്റെ രാജ്യത്തോട്ട്, തന്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി നല്ല കാറ്റിന് ഇവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അത് മാത്രമല്ല അവരുടെ യാത്ര തടസ്സം വരാൻ സാധ്യതയുള്ള എല്ലാ ബാഡ് വിൻസിനെയും ഒരു വലിയൊരു ബാഗിനകത്തായിട്ട് കെട്ടി പുള്ളിയുടെ കൈ ഏൽപ്പിക്കുന്നുണ്ട്. ഒഡീസിസും ഹാപ്പി ആയിട്ട് അത് വാങ്ങിച്ച് തന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ യാത്രയ്ക്ക് പറ്റിയ നല്ല കാറ്റായിരുന്നു, സ്പീഡിലും പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്നതിനിടയിൽ ചെറുതായിട്ടൊന്ന് നമ്മുടെ ഒഡീസിസ് മയങ്ങി പോവാം. അങ്ങനെ മയങ്ങിയപ്പോൾ പുള്ളിയുടെ കൂടെയുള്ള അവന്മാർ എന്ത് വിചാരിച്ചു, ഈ ബാഗിനകത്ത് എന്തോ ഒരു നിധിയാണ്, എയോളിസ് പുള്ളിക്ക് എന്തോ ഒരു വലിയ ഗിഫ്റ്റ് കൊടുത്താണ് എന്നോർത്ത് ആ ചീത്ത കാറ്റിനെ എല്ലാം തന്നെ കെട്ടിവെച്ചിരുന്ന ബാഗ് അങ്ങ് അഴിച്ചു വിട്ടു. തുറക്കേണ്ട താമസം അതിലുണ്ടായിരുന്ന ചീത്ത കാറ്റെല്ലാം പുറത്ത് വന്ന് വലിയൊരു ചുഴലിക്കാറ്റ് വരെ വന്ന് അവരുടെ കപ്പലും ഇല്ലാണ്ടായി എല്ലാവരും അതേ എയോളിയ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡിലോട്ട് തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പോൾ അവരുടെ കപ്പലും പോയി. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നീട് നമ്മുടെ ഒഡീസിസ് തന്റെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. ഇതേപോലെ കഷ്ടപ്പെട്ട് തന്റെ വീട്ടിലോട്ട് തിരിച്ചു വരാൻ നോക്കുന്ന ജസ്സിനെയാണ് നമ്മൾ കാണുന്നത്. രണ്ടുപേരും ഒന്ന് ടയർഡായിട്ട് മയങ്ങുന്നുണ്ട്. ആ ഒരു മയക്കം കഴിഞ്ഞ് വരുമ്പോഴാണ് വലിയൊരു കൊടുങ്കാറ്റിൽ വന്ന് അവരുടെ ഷിപ്പ് തന്നെ ഇല്ലാതാവുന്നത്. എയോളിയെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡിലെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഷിപ്പായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം അവിടെ കയറിയ ശേഷമാണല്ലോ ഇതെല്ലാം പുലിവാല് സംഭവിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് ചർച്ച ചെയ്ത് ഒരുപാട് തിയറീസും ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. അതിലെല്ലാം കോമൺ ആയിട്ട് കാണുന്നത് ഈ പറയുന്ന ജസ് ഒരു ക്രൂരയാണെന്നും തന്റെ മകനെ അവളാണ് കൊന്നതെന്നും അതിന് ഇവൾക്ക് കിട്ടുന്ന ഒരു ശിക്ഷയായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നൊക്കെയാണ്. ബട്ട് ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. സിനിമയിൽ ഇത് വ്യക്തമായിട്ട് എവിടെയും കാണിക്കുന്നില്ല. ഈ ഒരു ആസ്പെക്റ്റ് ആണ് കുറച്ചും കൂടെ ലോജിക്കലി കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഐ മേ ബി റോങ്, കാരണം എനിക്കത് ഉറപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഞാനല്ലത് എഴുതിയത്. റൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു പടം ഓരോ പ്രാവശ്യം നമ്മൾ കാണുമ്പോഴും ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് വെച്ചത് നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വരും. അതിൽ പ്രധാനമായിരുന്ന ആ ഒരു സ്റ്റാൻലി കൂബ്രിക്കിൻ്റെ ആ ഒരു ഷൈനിങ് റെഫറൻസ്. ഷൈനിങ് എന്ന പടത്തിൽ റൂം നമ്പർ 237 ചുറ്റിപ്പറ്റിയാണ് ഫുൾ കഥയും സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ജസ്സിന്റെ വീടിന്റെ നമ്പർ എന്ന് പറയുന്നത് 237 ആണ്. ഷിപ്പിനകത്ത് ഗോ ടു തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഗ്ലാസ്സിൽ എഴുതിയ ആ റൂമിലോട്ട് കയറുമ്പോൾ ആ റൂം നമ്പറും 237 ആണ്. പിന്നെ യെസ്, ആ ഒരു സമയം അവളുടെ ആ ഒരു വാച്ചിൽ സ്റ്റോപ്പായി നിൽക്കുന്ന ആ ഒരു സമയം 8:70. ആക്ച്വലി ആ ഒരു ആക്സിഡന്റ് നടന്ന് നമ്മുടെ ജസ് മരിക്കുന്നത് ആ ഒരു 8:17 ആണ്. അതുകൊണ്ടാണ് അവളുടെ വാച്ച് ഉൾപ്പെടെ ആ ഒരു ഷിപ്പിലുണ്ടായിരുന്ന എല്ലാ ക്ലോക്കിലും ഈ പറഞ്ഞ സമയം ഫിക്സർ ആയി നിന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് വിക്ടർ ഗ്രെഗിനോട് സമയം ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് 11:30 എന്നാണ്. ഇവരുടെ സമയം എന്തുകൊണ്ട് വ്യത്യാസപ്പെട്ടു എന്ന് പറയുന്ന ഒരു ചോദ്യം വരും. അപ്പോൾ മിക്കവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാവരും പ്ലാൻ ഇട്ട പോലെ തന്നെ ഈ ഒരു കടലിലോട്ട് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് വരുന്ന ആ ഒരു കൊടുങ്കാറ്റിൽ ഇവരെല്ലാം മരിച്ചു പോവാണ്. അങ്ങനെ അവർ മരിക്കുന്ന ആ ഒരു സമയമാണ് 11:30 എന്നാണ് പറയുന്നത്. സോ അങ്ങനെ സംഭവിച്ചാൽ അത് വേറൊരു കാര്യത്തിനെ കോൺട്രാക്ട് ചെയ്യും. എങ്ങനെയാണ്? അപ്പോൾ അവരുടെ കൂടെ ആ സമയത്ത് ജസ് കൂടെ ഉണ്ടായിരുന്നു. ജസ് ഇവരുടെ കൂടെ വരുന്നതിന് മുമ്പ് 8:17 തന്നെ അവൾ ആക്സിഡന്റിൽ മരിച്ചു. സോ മോസ്റ്റ് പ്രോബബ്ലി അവൾ ഇല്ലാതെ ആയിരിക്കണം ഇവർ പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റത്തില്ല. 8:17 സ്റ്റോപ്പ് ആവാനുള്ള പ്രധാന റീസൺ അവൾ മരിച്ചു എന്ന് പറയുന്ന കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയാണ്. അതും പോലെ തന്നെ മരിച്ചിടക്കുന്ന ടോമിയെ നോക്കാൻ വേണ്ടി ഒരു പുള്ളി വരുമ്പോൾ പുള്ളിയുടെ കയ്യിലെ വാച്ചിലും ഏതാണ്ട് ഈ ഒരു 8:15 കാണിക്കുന്നത്. കറക്റ്റായിട്ട് ഇത് തന്നെയാണെന്ന് എക്സാക്ട്ലി പറയാൻ അത് അത്ര വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ബട്ട് കാണുമ്പോൾ ഏതാണ്ട് ആ ഒരു സമയമാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പോലെ തന്നെ വീട്ടിൽ വെച്ച് ഈ ഒരു ടോമി നിലത്ത് കളർ ഒഴിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ദേഷ്യം വന്ന് ഇവനെ അടിക്കാൻ വേണ്ടി വരുമ്പോൾ അവളുടെ വീട്ടിലുള്ള ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 7:15 അത് കഴിഞ്ഞ് അവിടെ വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറി ഇവനെയും കൂട്ടി പിന്നെ വണ്ടി പോയി ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുന്ന സമയത്താണ് ആക്സിഡന്റ് നടക്കുന്നത്. ആ സമയമാണ് 8:17. സോ ആക്സിഡന്റിൽ മരണപ്പെട്ട ജസ് ഒരിക്കലും ഇവരുടെ കൂടെ ആ ഒരു കടലിലോട്ട് പോയിട്ടുണ്ടാവില്ല. പോകാത്ത പക്ഷം ഇവർ മരിച്ചു എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. പിന്നെ 11:30 എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും സ്റ്റക്കായി കിടക്കുന്ന ഒരു സമയമാണോ അല്ലയോ എന്ന് വ്യക്തമാക്കുന്നില്ല. വിക്ടർ സമയം ചോദിക്കുമ്പോൾ ഗ്രെഗ് 11:30 എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അവർക്ക് സമയം കറക്റ്റായിട്ട് പോകുന്നുണ്ടാവാം. എന്നാൽ ജസ് തിരിച്ചറിയാണ് തന്റെ വാച്ചിലെ സമയം അവിടുത്തെ ക്ലോക്കിലെ സമയം ഒരേതാണെന്ന്. സോ ഇവിടെ ഈ ഒരു കാര്യം റിയലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഈ ഒരു പടത്തിനകത്ത് ഒരു ഫിക്സഡ് ടൈം തിയറി എന്ന് പറയുന്നത് ഇല്ല. അതുകൊണ്ടാണ് കാർ ആക്സിഡന്റിൽ മരിച്ചിട്ടും ആ ഒരു കാറിന്റെ ചാവി ഈ ഒരു ജസ്സിന്റെ കയ്യിലിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു കീ അവളുടെ കയ്യിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. വണ്ടി തന്നെ മറിഞ്ഞു കിടക്കും, അതിൽ ചാവി മാത്രമായിട്ട് ഇവളുടെ കയ്യിൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ഒരുപാട് ചകഞ്ഞു പോകണ്ട എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. പിന്നെ ആ ഒരു സീകൾ, ആ ഒരു പക്ഷിയെ ഈ പടത്തിനകത്ത് ഒരുപാട് പ്രാവശ്യം കാണിക്കുന്നുണ്ട്. വെറുതെ കാണിച്ചേക്കുന്നതല്ല, അതിനൊരു
അർത്ഥമുണ്ട്. ദി റൈം ഓഫ് ദി ഏൻഷ്യൻ മറൈനർ എന്ന് പറയുന്ന സാമുവൽ ടൈലറിന്റെ ഒരു പോയത്തിന്റെ റെഫറൻസ് ആണ് അവിടെ ഉള്ളത്. ആ കവിതയുടെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു കപ്പലും അതേപോലെ തന്നെ ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു സീഗലിനെയും ചുറ്റിപ്പറ്റിയാണ്. ആഴക്കടലിൽ ഒരു ഷിപ്പ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു സീബേർഡ് ഈ പറയുന്ന ഷിപ്പിൽ വന്നിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആ ഒരു ഷിപ്പിലുണ്ടായിരുന്ന വൺ ഓഫ് ദ സെയിലർ അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന ക്രോസ് ബോയിൽ ഷൂട്ട് ചെയ്ത് അതിനെ അങ്ങ് കൊന്നു വീഴ്ത്തിയിടാണ്. ഇത് സംഭവിച്ച് കുറച്ച് കഴിഞ്ഞതും പെട്ടെന്ന് കാറ്റിന്റെ ശക്തിയെല്ലാം കൂടി ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കായി എല്ലാവരുടെ ഉള്ളിലും മരണഭയമാണ്, ഭയങ്കരതയും പേടിച്ചു പോവാണ്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ ഒരു ബേർഡിനെ കൊന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു സെയിലർ ചെയ്ത ആ ഒരു തെറ്റിന് ശിക്ഷ എന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവൻ കൊന്ന ഒരു ആൽബട്രോസ് എന്ന് പറയുന്ന ആ ഒരു സീബേർഡിനെ അവന്റെ കഴുത്തിൽ തന്നെ വെച്ച് കെട്ടിക്കൊടുക്കുന്നു. യാത്ര തീരുന്നവരെ അവന്റെ കഴുത്തിൽ അത് ഉണ്ടായിരുന്നു. സോ താൻ ചെയ്തൊരു തെറ്റ് തന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ആൽബട്രോസും ഇയാളുടെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഈ പടത്തിനകത്ത് സീകളും ജെസ് ചെയ്യുന്ന ആ ഒരു തെറ്റ് ഇവളുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടി ഇവളുടെ പിന്നാലെ എപ്പോഴും ഒരു സീകളുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അവൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മോളിൽ പറന്നു പോകുന്നതാണെങ്കിലും വീടിനുള്ളിലുണ്ടായിരുന്ന ഒരു പിക്ചർ ആണെങ്കിലും ടോമി ആ ഒരു പൂളിലിട്ടുണ്ടായിരുന്ന ആ ഒരു ടോയ് ഷിപ്പിനകത്തും ഒരു സീകളുടെ ചിത്രമുണ്ട്. ഡൗണിയുടെ ബോഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന സീഗൾസ്, ആക്സിഡന്റ് തൊട്ടു മുമ്പ് ഇവളുടെ വണ്ടി വന്ന് ഇടിച്ചു വീഴുന്ന ആ ഒരു സീകൾ, ഇങ്ങനെ അവൾ ചെയ്ത ഒരു തെറ്റ് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെ ഈ ഒരു ആൽബട്രോസ് അല്ലെങ്കിൽ ആ ഒരു സീകളിനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഇന്നും പല സെയിലേഴ്സും പല ഷിപ്പിൽ പോകുന്ന ആൾക്കാരും ഈ പറയുന്ന ആൽബട്രോസിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി കഴിഞ്ഞാൽ അത് അവർക്ക് ബാഡ് ലക്ക് കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ആൽബട്രോസിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷനാണ് പടത്തിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇവളുടെ ചിന്താശേഷിക്കും അപ്പുറം പല കാര്യങ്ങൾ നടന്നപ്പോൾ അവൾ മൈൻഡ് മൊത്തം കൊളാപ്സ് ആവുന്നുണ്ട്. അതിനെ സിംബോളിക് ആയിട്ട് കാണിക്കുന്ന രീതിയിൽ ഒരു സെർട്ടൻ മിറർ ഷോട്ട് വെച്ചിട്ടുണ്ട്. ദെൻ വേറൊരു മിറർ ഷോട്ട് ഉണ്ടായിരുന്നു, അതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഇതൊരു ഓപ്പൺ എൻഡഡ് ആണ്, നിങ്ങൾക്ക് ഏത് വിധേനയും ഇത് വളച്ചൊടിക്കാൻ പറ്റും. ബട്ട് പടത്തിൽ കാണിക്കുന്ന എല്ലാത്തിനും ഒരു ലോജിക്കൽ റീസണിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കിട്ടിയെന്ന് വരത്തില്ല. അത് മേ ബി കോൺട്രഡിക്റ്റ് ആവും നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടുപിടിച്ച വേറൊരു കാര്യമായിട്ട്. ഇതിന്റെ റൈറ്ററിനും എല്ലാത്തിനും ഒരു ഉത്തരം കൊടുത്തിട്ടുള്ളൊരു സാധനം ആയിരിക്കണം എന്ന് പറയുന്ന തോന്നലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി പടം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പടം കണ്ട ശേഷവും നമ്മൾ ചിന്തിപ്പിക്കാൻ പ്രൊവോക്ക് ചെയ്യുന്ന ചുരുക്കം ചില പടങ്ങളിലെ പ്രധാന സിനിമ. എഗെയിൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ വാദിക്കാൻ നിൽക്കുന്നില്ല, ബിക്കോസ് എനിക്ക് അറിയത്തില്ല. നിങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടൊരു പടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാന്നുള്ളതെന്ന് താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്ത പടമായിട്ട് കാണുന്നവരെ ബൈ.